ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും അനന്തമായ കഴിവും സാധ്യതകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ്, നമ്മൾ ആരും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, അടഞ്ഞുകിടക്കുന്ന, കാണാതെ പോകുന്ന കഴിവുകളെ കണ്ടെത്തുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളാണ്, നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ശൂന്യതകളും നമ്മളെ വളരെ കഴിവില്ലാത്ത, മാനസികമായി സങ്കുചിത്വമുള്ള ആളുകളാക്കി മാറ്റുകയാണ്. ഇനിയെങ്കിലും ഇതിലൊരു മാറ്റമുണ്ടാവണം. ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിതമുണ്ടല്ലോ, അത് വിജയത്തിൻ്റെ ജീവിതമാണ്. അപ്പം അങ്ങനെ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ചില അറിവുകൾ വേണം. അതായത് ജീവിതം എന്നാൽ മനസ്സിലാണ് ജീവിതം, മനസ്സിലാണ് ജീവിതം, മനസ്സിലാണ്. ആ മനസ്സെന്ന് പറയുന്ന ചിന്തകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സെന്ന ചിന്തകൾ, ബോധചിന്തകൾ, അത് ഉണർന്നിട്ടില്ലെങ്കിൽ എന്ത് ജീവിതം? അത് ഉറങ്ങിക്കിടന്നാൽ പിന്നെ ജീവിതമുണ്ടോ? നിങ്ങളിത് നോക്കൂ, മനസ്സ് ഉണരുന്നത് മുതലാണ് ജീവിതം. പക്ഷെ ആ മനസ്സിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? അപ്പൊ ആ ബോധ മനസ്സ്, ഈ ബോധ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് മനുഷ്യനെ മനീഷി, മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും മനുഷ്യനറിയില്ല. മനുഷ്യൻ എന്നാൽ മനസ്സിനെ നോക്കാൻ, അല്ലെങ്കിൽ മനസ്സിനെ നേരെയാക്കാൻ. മനുഷ്യൻ, ഈശൻ, ഈശൻ, മനസ്സിനെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഈശത്വമുള്ളവൻ, കഴിവുള്ളവൻ. ഒരു വ്യക്തിയുടെ മനസ്സിനെ അവർക്ക് മാറ്റിയെടുത്ത് പരിവർത്തനം വരുത്തി അതിൽ അടഞ്ഞുകിടക്കുന്ന, ഒളിഞ്ഞുകിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നവരെയാണ് മനുഷ്യൻ എന്ന് പറയാൻ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദജി എഡ്യൂക്കേഷന് ഡെഫിനിഷൻ കൊടുത്ത് പറഞ്ഞു, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് സംതിങ് യു ആർ ലേണിംഗ്, എഡ്യൂക്കേഷൻ ഈസ് സംതിങ് യു ആർ എക്സ്പ്ലോറിംഗ്, യു ആർ എക്സ്പാൻഡിങ്, യു ആർ ഡെവലപ്പിംഗ് which was there in you, which is there in you. നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെയും ശക്തികളെയും ഉണർത്തുന്നതാണ് വിദ്യാഭ്യാസം, അല്ലാതെ നമ്മളിത് പഠിക്കുന്നതല്ല. അതാണ് ഇന്നത്തെ പൊട്ട വിദ്യാഭ്യാസം. സത്യത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ കൂമ്പി അടപ്പിച്ചു. അവരുടെ മനസ്സിന്റെ പുറത്ത് കുറച്ച് സിലബസുകൾ അടിച്ചമർത്തി വെച്ചുകൊണ്ട് അതാണ് എഡ്യൂക്കേഷൻ എന്നവരെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ ഒന്ന് ഈ അധ്യാപകർ ഓർക്കുക, ഇന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഇതൊക്കെ? ഇപ്പൊ ഐൻസ്റ്റീനിയൻ സയൻസ്, ഐൻസ്റ്റീൻ ജനിച്ചില്ല എങ്കിൽ എന്ത് ഐൻസ്റ്റീനിയൻ സയൻസ് നിങ്ങൾ പഠിപ്പിക്കുക? അപ്പൊ ഐൻസ്റ്റീൻ എവിടെ നിന്ന് കിട്ടിയത്? ഐൻസ്റ്റീൻ ആ കഴിവ് കണ്ടെത്തിയ സ്വന്തം ഉള്ളിൽ നിന്നാണ്. ന്യൂട്ടൺ ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരുന്ന തലയിൽ ആപ്പിൾ വീണപ്പോൾ അദ്ദേഹത്തിന് തിയറി ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണ ശക്തിയെക്കുറിച്ച് മനസ്സിലായി എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ അറിവ് എവിടുന്നാ വന്നത്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നാണ്. അത് ന്യൂട്ടന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഈ കണ്ടെത്താനുള്ള കഴിവ്. അത് നമ്മുടെ കുട്ടികളുടെ ഉള്ളിലില്ലേ? അപ്പം ന്യൂട്ടൺ കണ്ടെത്തിയതിനെ ബൈഹാർട്ട് പഠിപ്പിക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ അന്തർലീനമായ കഴിവിനെ വികസിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കണ്ടേ? നിങ്ങൾ നോക്ക്, ഏത് സബ്ജക്റ്റ്, ഏത് ലാംഗ്വേജ് മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ഇന്ന് കുട്ടികളുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യിക്കുന്നതിന് പകരം എന്തോ സിലബസിൽ എഴുതിയതിനെ ബൈഹാർട്ട് പഠിപ്പിച്ച് അതാണ് എഡ്യൂക്കേഷൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുതരം നോൺസെൻസ്, മണ്ടത്തരം നമ്മളിന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റം മാറ്റണം. നമുക്ക് ഈ വിദ്യാഭ്യാസം അല്ല വേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഫിസിക്സ് എന്നതുകൊണ്ട് കുട്ടിക്ക് മനസ്സിലാവണം ഇനിയും കണ്ടെത്താത്ത, ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എനർജിയുടെ പ്രപഞ്ച ഘടനയാണ് ഇവിടെ ഉള്ളത്. ഒരു കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാവണം ഓരോരുത്തർക്കും പല അസുഖങ്ങളും വരുന്നതിന് കാരണം ഏത് തരം കെമിക്കലാണ് അവരുടെ ശരീരത്തിൽ കൂടുന്നത്, കുറയുന്നത്. അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടണ്ടേ? അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ആരോഗ്യം നിലനിർത്തുന്ന ചെടികളെക്കുറിച്ചൊക്കെ കുട്ടികൾക്കൊരു അവയർനെസ് വേണ്ട. നല്ല ബയോളജി പൂർണ്ണമാവുള്ളൂ. അല്ലാതെ സെൽസുകളെക്കുറിച്ചും ഫോട്ടോസിന്തസിസും മാത്രം പഠിച്ചുപോയ ആ കുട്ടിക്ക് അതുകൊണ്ട് ഇത് പ്രയോജനം.
അപ്പം വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടേണ്ടത് ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവിനെ ഉണർത്തലായിരിക്കണം. പക്ഷെ അതിന് ഒരു വിദ്യാഭ്യാസം കൂടി വേണം. അതാണ് ഭഗവത്ഗീത വിദ്യാഭ്യാസം. ഭഗവത്ഗീതയും കൂടെ പഠിക്കണം. കാരണം ഭഗവത്ഗീത മനുഷ്യ മനസ്സിനെ വികസിപ്പിക്കാനുള്ള മാർഗം പറഞ്ഞിരുന്ന ഗ്രന്ഥമാണ്, ശാസ്ത്രമാണ്. അപ്പൊ മനുഷ്യ മനസ്സിനെ വികസിപ്പിക്കാനുള്ള കഴിവ്, അതിനാണ് കൃഷ്ണൻ ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതര മതങ്ങൾ പഠിപ്പിക്കുന്ന പോലെ പൊട്ടത്തരങ്ങൾ നമ്മുടെ ഹിന്ദു മതങ്ങൾ പഠിപ്പിക്കുന്നില്ല. അതായത് ആരും കാണാത്ത സ്വർഗത്തിൽ ചോറും സാമ്പാറും അതുപോലെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളും വിളമ്പി കാത്തിരിക്കുന്ന മാലാഖമാരെ കുറിച്ചും അങ്ങനെയുള്ള ഒരു ദൈവസങ്കല്പത്തിന്റെയും ജ്ഞാനഗ്രന്ഥങ്ങളല്ല ഹിന്ദുമത ഗ്രന്ഥങ്ങൾ. ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെ അവൻ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് കരുത്തോടെ മുന്നോട്ട് പോവാനും അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ വികസിപ്പിക്കാനും അവനെ പ്രാപ്തമാക്കുന്ന കാര്യങ്ങളാണ് ഗീതയിലും ഉപനിഷത്തുക്കളിലും എഴുതി വച്ചിരിക്കുന്നത്. മരണാനന്തരം ഇല്ലാത്ത സ്വർഗങ്ങളിൽ കിട്ടുന്ന വിഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന സകലമാന വൃത്തികേടുകളെക്കുറിച്ചും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധ്യമല്ല. അത് രണ്ടും രണ്ടാണ്. ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ കണ്ടെത്തേണ്ട കഴിവുകൾ, ഇവിടെ തന്നെ കണ്ട് കഴിവുകൾ വിടർത്തുമ്പോൾ ഇവിടെയാണ് സ്വർഗമെന്ന് തിരിച്ചറിയുന്ന, ഇവിടെ സ്വർഗമാക്കാൻ കഴിയുന്ന ആ മാനസികാവസ്ഥ. മറ്റ് സെമിറ്റിക് മതങ്ങളെല്ലാം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അന്ധമായി സ്വപ്നം കണ്ട് ആളുകൾ ഈ പാവം ജനങ്ങളിൽ നാളെ മരിച്ചുപോയാൽ അവിടെ എന്തോ ഉണ്ടെന്നവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മനസ്സിനെ വഴിതെറ്റിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിനെ വികസിപ്പിക്കാനല്ല, മറിച്ച് മരണാനന്തരം അവിടെ ഒരു സ്വർഗമുണ്ടെന്ന് അന്ധമായി തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തരത്തിലുള്ള അടഞ്ഞ അന്ധകാരത്തിന്റെ ഗ്രന്ഥങ്ങളല്ല ഹിന്ദുമത ഗ്രന്ഥങ്ങൾ. ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യ മനസ്സിനെ വികസിപ്പിക്കുക, അത് നോക്കൂ എത്ര പ്രായോഗികമാണ്. അപ്പൊ ഇവിടെ മനസ്സിനെ വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, മനുഷ്യ മനസ്സെന്ന് പറയുന്ന ചിന്തകളെ വികസിപ്പിക്കണമെങ്കിൽ അതിന് ചില കൃത്യമായ അനുഷ്ഠാനങ്ങളും ചില ശീലങ്ങളും നമുക്കുണ്ടാവണം. അപ്പൊ ആദ്യം നമ്മൾ അറിയണം മനുഷ്യ മനസ്സിന്റെ വികാസം. നമ്മുടെ ഉള്ളിൽ കഴിവുകളും ശക്തികളും ഉണ്ട്. എന്താ അതിന് തെളിവ്? കഴിവുണ്ടോ ശക്തിയുണ്ടോ എന്ന തെളിവെന്ത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉള്ളിൽ കഴിവുണ്ടോ ശക്തിയുണ്ടോ എന്നതിന്റെ തെളിവ് നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കുക. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സംഗീതം, പാട്ട് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഈ സംഗീതമൊക്കെ എവിടുന്നാ വന്നത്? ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചല്ലോ, മനുഷ്യ മനസ്സെന്നുണ്ടായതാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന നൃത്തവും ഇന്ന് നിങ്ങൾ കാണുന്ന രുചിഭേദങ്ങളുടെ ആഹാരവും ഇതൊക്കെ എവിടുന്ന സത്യത്തിൽ വന്നത്? ഇതാരാ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക? ഏതോ വ്യക്തി എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്, മനുഷ്യ മനസ്സുകളിൽ നിന്നല്ലേ? അപ്പൊ ഇത്രയൊക്കെ കണ്ടെത്താനുള്ള കഴിവ് മനുഷ്യ മനസ്സുകൾക്കുണ്ടെങ്കിൽ ഇനിയും പലതും കണ്ടെത്താനുള്ള കഴിവ് മനുഷ്യ മനസ്സിനുണ്ടാവില്ലേ? ഇനിയും പല കഴിവുകളും മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവില്ലേ? ഇതൊക്കെ മനുഷ്യ മനസ്സല്ലേ കണ്ടെത്തിയത്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈല്, നിങ്ങളുടെ മുന്നിലുള്ള ക്യാമറകൾ, നിങ്ങളുടെ മുന്നിലുള്ള സകലതും, വീടായാലും എന്തായാലും ഡെവലപ്പ് ചെയ്ത് ഹ്യൂമൻ മൈൻഡ് അല്ലേ? നിങ്ങൾ വേണമെങ്കിൽ ബ്രെയിനിനെ വിളിക്കുമായിരിക്കാം. ഓക്കെ, ഒരു ബ്രെയിൻ അല്ലേ ഡെവലപ്പ് ചെയ്തത്? അപ്പം ഉണർന്നിരിക്കുന്ന ബ്രെയിൻ, അതിനെ ഞാൻ മനസ്സെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ കൂടെ ചേർന്ന ഈ ചിന്തകളാണ് പലതും ഡെവലപ്പ് ചെയ്തെങ്കിൽ നിങ്ങളിലും അപാരമായ കഴിവുകൾ ഉണ്ടെന്നത് സത്യമല്ലേ? ദൈവം ഒരാൾക്ക് മാത്രം കൊടുക്കുന്നതല്ലല്ലോ ഈ കഴിവ്. അപ്പോ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കുക, നമ്മളിലൊരു ഇൻഫിനിറ്റ് കഴിവുകൾ നമ്മളിൽ അന്തർലീനമാണ്. എല്ലാവരിലും ഇൻഫിനിറ്റ് ആയിട്ടുള്ള, അതായത് പരിധികളില്ലാത്ത കഴിവുകൾ അത്രയും അടങ്ങിയിരിക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്കൊരു വ്യത്യസ്തമായൊരു വ്യക്തിത്വമായി മാറാൻ പറ്റും. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലൊക്കെ വ്യത്യസ്തതകള്, ഒരു വൈവിധ്യമുള്ളത്. നിങ്ങൾ നോക്കുക, ഒരാൾ കെട്ടിയ വീട് പോലെയല്ല വേറൊരാൾ കെട്ടുന്നത്. ഒരാള് കണ്ടെത്തുന്ന ഒരു ഡ്രസ് ഒരു ടേസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഒരു ഫാഷൻ അല്ല മറ്റൊരാൾ കൊണ്ട് നടക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രസന്റേഷൻ, പാടുന്ന രീതികള്, പറയുന്ന രീതികള് ഒക്കെ വ്യത്യസ്തമായി മാറിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഏറ്റവും വലിയ തെളിവ് നോക്കൂ, നിങ്ങളൊരു പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ, ഇത്രയെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങളുടെ തമ്പ് അതില്ലേ പറയാൻ പറ്റില്ലോ, അതിൽ
വരകളുണ്ടല്ലോ, ഈ വരകൾ വ്യത്യസ്തമാണെന്ന് ആധാർ കാർഡിന് വേണ്ടി നിങ്ങൾ കൊടുത്തപ്പോൾ നിങ്ങളുടെ ബയോമെട്രിക് പ്രൂവ് ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിനയിലെ വരകൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് എല്ലാം തെളിയിക്കാൻ പറ്റുമോ? ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിൽ നമ്മളിൽ വ്യത്യസ്തമായൊരു കഴിവ് അന്തർലീനമായിട്ടുണ്ടാവൂല്ലയോ? നിങ്ങൾ സ്വയം ചിന്തിക്കൂ. ഞാൻ പറയുന്നത് അന്ധമായി സ്വീകരിക്കുന്നു വേണ്ട. നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് നോക്കൂ. നിങ്ങളുടെ ശബ്ദം വ്യത്യസ്തമാണ്. നിങ്ങളുടെ കയ്യിലെ വരകൾ, തള്ളവരലിലെ വരകൾ വ്യത്യസ്തമാണ്. കണ്ണിലെ റെറ്റിനയിലെ വരകൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഓരോ ഭാവവും, നിങ്ങളുടെ സ്ട്രക്ചറും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഒരാളെപ്പോലെ 7 പേരുണ്ടായി എന്നൊക്കെ പറഞ്ഞാലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അതേപോലെ അതേ സ്വഭാവത്തോടുകൂടി ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ശരീര സാദൃശ്യം വന്നേക്കാം, പക്ഷേ സ്വഭാവ സാദൃശ്യം ഇമ്പോസിബിൾ ആണ്. ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അപ്പൊ ഇത് തന്നെ ഈ വൈവിധ്യത, ഈ വ്യത്യസ്തത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ നമ്മുടെ മനസ്സിൽ അന്തർലീനമായ വ്യത്യസ്തമായ കഴിവുകളുണ്ടെങ്കിൽ അതിനൊന്ന് വികസിപ്പിച്ചെടുക്കണ്ടേ? അപ്പൊ ആദ്യം നമ്മളിത് അംഗീകരിക്കുക. നമ്മളിൽ വ്യത്യസ്തമായ കഴിവുണ്ട്. നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്ന കഴിവുകളുണ്ട്. അതിനെ ഉണർത്തലാണ്, അതിനെ വികസിപ്പിക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതാദ്യം നിങ്ങളെക്കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉറപ്പിച്ചു വെക്കണം. ജ്ഞാനം, അവനവനെ കുറിച്ചുള്ള ജ്ഞാനം. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറഞ്ഞത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അജിരേണാധിഗച്ഛതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ജ്ഞാനാത് ലഭതേ, ജ്ഞാനത്താൽ കിട്ടുന്നതാണ് ശ്രദ്ധ. അപ്പൊ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കണം എന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവണമെങ്കിൽ, അനുഷ്ഠാനത്തിൽ ശ്രദ്ധയുണ്ടാവണമെങ്കിൽ, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചുള്ള ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, പൂജാമുറിയിൽ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല എന്തിനാണെന്ന്. കഷ്ടകാലത്തിന് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ ഫോട്ടോയിലുള്ള അല്ലെങ്കിൽ ആ ബിംബത്തിലുള്ള ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. അതാണ് ഹിന്ദു എന്ന ജന്തുവിന് പറ്റിയ തെറ്റും. ഫോട്ടോയിലുള്ള ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനല്ല, വിഗ്രഹങ്ങളിലുള്ള ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനല്ല നാം അമ്പലത്തിൽ പോകുന്നത്. മറിച്ച് ജ്ഞാനാത് ശ്രദ്ധ ലഭതേ, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ, നിങ്ങളുടെ മനസ്സിൽ അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ, ശക്തികളെ വികസിപ്പിക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അത് വികസിപ്പിക്കാനുള്ളതാണെന്ന് തിരിച്ചറിയുക. ഇപ്പൊ നിങ്ങൾ പൂജാമുറിയിൽ ഇരിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായ കഴിവുകളെ, ശക്തികളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന എന്തിനാണ്? നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കഴിവുകളെയും ശക്തികളെയും വികസിപ്പിക്കാനാണ്. അപ്പൊ എന്തിനാ അതിന് അമ്പലത്തിൽ പോകുന്ന? എവിടെ ഇരുന്നാലും പറ്റില്ലേ? അമ്പലം അതിന് പറ്റുന്നൊരു എനർജി ഫീൽഡുള്ള സ്ഥലമാണ്. പൂജാമുറി അതിന് പറ്റുന്നൊരു എനർജി ഫീൽഡുള്ള സ്ഥലമാണ്. പറമ്പിൽ എല്ലായിടത്തും വെള്ളം ഉണ്ടാവും, പക്ഷെ ആശാരി വന്ന് കുറ്റിയടിക്കുന്നത് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ വെള്ളം കിട്ടുന്ന സ്ഥലത്തായിരിക്കും. എല്ലായിടത്തും വെള്ളം ഉണ്ടാവും, പക്ഷെ ചിലയിടത്ത് കൂടുതൽ കുഴിച്ചു നോക്കണം മാത്രം. ഇതുപോലെ നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ, അഥവാ ഉള്ളിലുള്ള കഴിവുകളെ ഉണർത്താൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ അനുകൂലമായ പരിസ്ഥിതി ഉള്ള സ്ഥലമാണ് നമുക്ക് ക്ഷേത്രവും പൂജാമുറിയും. അപ്പൊ ആ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാണായാമവും പ്രണവവും, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ദീർഘമായി ഓങ്കാരമൊക്കെ ചൊല്ലുന്നതിന്റെ കാര്യം, അതിൽ ശ്രദ്ധിച്ചും അതിൽ ഏകാഗ്രമായും അതിൽ ഇൻവോൾവ് ചെയ്തും നമ്മൾ അങ്ങനെ സമർപ്പിതരായി ചെയ്യുമ്പോൾ, സംയതേന്ദ്രിയരായി, തൽപരരായി, എന്ന് വെച്ചാൽ ആ കഴിവിനെ ഉണർത്തലാണ്, എൻ്റെ ഉള്ളിൽ അന്തർലീനമായ കഴിവുകളെ, ശക്തികളെ ഉണർത്തലാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ സാധന അനുഷ്ഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് ക്രമേണ 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 നിങ്ങൾ പല കാര്യത്തിലും വിജയിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ ജ്ഞാനം ലബ്ധ്വാ, ഈ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടി. ഏത് ജ്ഞാനം? എൻ്റെ മനസ്സിന്റെ കഴിവുകളെ എനിക്ക് വികസിപ്പിക്കാൻ പറ്റും, എൻ്റെ മനസ്സിന്റെ ശക്തികളെ എനിക്ക് ഉണർത്താൻ പറ്റും എന്ന ജ്ഞാനം നിങ്ങൾക്കത് ബോധ്യം വരും. നിങ്ങളുടെ കഴിവും ശക്തിയും ഉണർന്നു വരുന്നത്, വികസിച്ചു വരുന്നത് നിങ്ങൾക്ക് ബോധ്യം വരും. പരാം ശാന്തിം, ആ സമയത്ത് മനസ്സിനുണ്ടാകുന്നൊരു കൃതാർത്ഥത, മനസ്സിനുണ്ടാകുന്നൊരു സംതൃപ്തി, മനസ്സിനുണ്ടാകുന്ന ഒരു പരമമായൊരു ആനന്ദം, പരമസുഖം
അജിരേണാധിഗച്ഛതി. അജിരേണാദി, അജിരേണ എന്ന് പറഞ്ഞാൽ വൈകാതെ തന്നെ നമ്മളത് കൈവരിക്കാൻ തുടങ്ങുമെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ വികാസം അജിരേണാധിഗച്ഛതി, നിരന്തരമായ പ്രയത്നത്താൽ മനസ്സ് വികസിച്ചുകൊള്ളും. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണ്, മനസ്സ് വികസിക്കുന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങളുടെ സാധനാനുഷ്ഠാനങ്ങൾ കൃത്യമായി നടക്കുമ്പോൾ, ഇപ്പൊ ട്രെയിൻ ഓടുന്നത് പോലെയാണ്. ട്രെയിൻ മുന്നോട്ട് ഓടുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ട, അത് വേണ്ട സ്റ്റേഷനിൽ വേണ്ട സമയത്ത് എത്തിക്കൊള്ളും. അപ്പൊ അത് മൂവ് ചെയ്യുക എന്നുള്ളതാണ്, ട്രാക്കിലൂടെ മുന്നോട്ട് മൂവ് ചെയ്യുക. അപ്പൊ അതിന്റെ ലക്ഷ്യത്തെ അത് കൈവരിക്കാനായിട്ട് അതിനനുസരിച്ച് അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമുക്ക് കടന്നു പോകേണ്ട പ്ലാറ്റ്ഫോമിൽ സ്റ്റേഷനുകളിൽ എത്തുന്ന പോലെ നമുക്കും മാനസികമായ കഴിവുകളെ ഉണർത്തുന്നതിന്, വികസിപ്പിക്കുന്നതിന് നിത്യ നിരന്തരമായ സത്യസന്ധതയോടുകൂടിയ സാധനാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ പോകണം. അല്ലാതെ ഒരു ചടങ്ങ് പോലെ നിങ്ങൾ പൂജാമുറിയിരുന്ന് കൈകൂപ്പിക്കൊണ്ട് 2-3 നാമവും ചൊല്ലിക്കൊണ്ട് ഫോട്ടോ ചിരിക്കും അല്ലെങ്കിൽ ഫോട്ടോ കേട്ടുകൊള്ളും എന്നുള്ള മൂഢഭക്തിയിൽ നിങ്ങൾ പോയാൽ കാര്യമില്ല. അത് മൂഢഭക്തിയാണ്. ഫോട്ടോയിലുള്ള ദൈവങ്ങൾക്ക് വേണ്ടിയല്ല നാമം ജപിക്കേണ്ടത്. ഫോട്ടോയിലുള്ള ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചന്ദനത്തിരി കുഴിഞ്ഞോളൂ, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ആ ചന്ദനത്തിരി എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തെ സുഗന്ധമാക്കാനാണ്. പുറത്ത് നിങ്ങൾ ചന്ദനത്തിരി സുഗന്ധമാക്കിയാൽ ഫോട്ടോയിലുള്ള ദൈവങ്ങൾക്ക് ആ സുഗന്ധം കിട്ടുമെന്ന് വിചാരിക്കരുത്. പുറത്ത് നിങ്ങൾ വെളിച്ചം കൊളുത്തി വെച്ചുകൊണ്ട് ആ പൂജാമുറിയിലുള്ള ദൈവങ്ങൾക്ക് വെളിച്ചം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ മൂഢത്വമാണ്. വെളിച്ചം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. തന്റെ മനസ്സിൽ കഴിവുകളും ശക്തികളും ഉണ്ടെന്ന അറിവ്, അതിനെയാണ് ഉണർത്തേണ്ടത്. അതാണ് കത്തിജ്വലിപ്പിക്കേണ്ടത്. അതിനെ പ്രകാശിപ്പിക്കാനുള്ള കമ്മിറ്റ്മെന്റ് ആണ്. എന്റെ മനസ്സിൽ അന്തർലീനമായ കഴിവിനെ, ശക്തിയെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തിരികൊളുത്തുന്നത് എന്ന ബോധത്തോടുകൂടിയിട്ട് നിങ്ങളൊന്ന് തിരികൊളുത്തി നോക്കൂ. അപ്പൊ നിങ്ങളിലാണ് ഈ വികാസം ഉണ്ടാക്കുന്ന ബോധം വരും. നിങ്ങളുടെ ഉള്ളിലാണ് സുഗന്ധമുണ്ടാക്കുന്ന ബോധ്യം വരും. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഈ പൂജാമുറി എന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. ആഴണം വാഴണം നിൻ മഹസ്സാമാഴിയിൽ എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് പിടിപെട്ടും. അപ്പൊ ഇപ്രകാരം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ ചന്ദനത്തിരി കത്തിച്ചും വിളക്ക് കത്തിച്ചും ഒക്കെ ശോഭനമാക്കി വെക്കുന്നത് എന്ന ബോധത്തോടു കൂടിയിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്താൽ ജ്ഞാനം ലബ്ധ്വ, നിങ്ങളുടെ മനസ്സ് ക്രമേണ 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 നിങ്ങൾ അനുഷ്ഠിക്കുന്നതിലുള്ള സത്യസന്ധത കൊണ്ട്, അതാണ് നിങ്ങൾ ഇപ്പൊ ചടങ്ങായിട്ടാണ് ചെയ്യുന്നത്, കുറെ കഴിഞ്ഞാൽ അത് സത്യസന്ധമാവാൻ തുടങ്ങും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ, ശക്തികളെ വികസിപ്പിക്കാനാണ് നിങ്ങൾ സാധന ചെയ്യുന്നതെന്നുള്ള ബോധ്യം നിങ്ങളെ ആത്മാർത്ഥതയുള്ളവരാക്കും. നിങ്ങൾ അമ്പലത്തിൽ ഈ ഒരു അറിവ് വെച്ച് പോയി നോക്കൂ. നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ ഓങ്കാരം ജപിക്കുമ്പോൾ ആത്മാർത്ഥത വരും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവും ശക്തിയും ഡെവലപ്പ് ചെയ്യാനാണെന്നുള്ളത്. ആർക്കോ വേണ്ടിയല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്താനും വികസിപ്പിക്കാനും വേണ്ടിയാണ്. ഈ കാര്യം നിങ്ങളിൽ വളരെ ഡീപ്പ് റൂട്ടഡായി ഉറച്ചുറച്ചുറച്ചു വരും തോറും ഈ ജ്ഞാനം, നിഷ്ഠ, ജ്ഞാന ദൃഢത ക്രമേണ 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 ജ്ഞാനം ലബ്ധ്വ പരാം ശാന്തിയും, ഒരു പരമമായ സുഖം. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ പോകുന്ന റൂട്ട് ക്ലിയർ ആണ്, ഈ കാര്യം എനിക്ക് വ്യക്തമാകുന്നുണ്ട്, എനിക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനത് ആസ്വദിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത വരാൻ തുടങ്ങും. പരാം ശാന്തിയും, നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പരമമായ സുഖം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറയാറില്ലേ, എനിക്ക് വളരെ സംതൃപ്തി ഉണ്ടെന്ന്. നമുക്ക് തന്നെ ഒരു കൃതാർത്ഥത, ഒരു സംതൃപ്തി. കാരണം നമ്മൾ അറിയേണ്ടത് അറിഞ്ഞൊരു കാര്യം ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നത് എനിക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ അറിയോ, നമുക്ക് എത്ര നിങ്ങൾ അമ്പലത്തിൽ പോയാലും പൂജാമുറിയിൽ നിങ്ങൾക്ക് സംതൃപ്തിയില്ല. എത്രയോ ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നു, എത്രയോ ആളുകൾ പഴനിക്ക് പോകണു, മൂകാംബിയെ പോകണു, ഒരു സംതൃപ്തിയില്ല. കാരണം ചടങ്ങ് പോലെ പോവാണ്. അവിടെ ചെന്ന് കുറെ ഇടികൂടി, പിന്നെ അവിടുന്ന് വഴിപാട് ചെയ്ത പ്രസാദം കിട്ടിയില്ല, അല്ലെങ്കിൽ വഴിപാട് ചെയ്ത പ്രസാദം വഴിയിൽ വെച്ച് മറന്നുപോയി, കഴിഞ്ഞു അവരുടെ സന്തോഷം. നിങ്ങൾ നോക്കൂ, മൂകാംബിയയിലൊക്കെ പോയിട്ട് നിങ്ങൾ കുറെ പ്രസാദമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. പ്രത്യേകിച്ച് മൂകാംബി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പ്രസാദമാണ് ത്രിമധുരം. അപ്പൊ ആ ത്രിമധുരമൊക്കെ ആയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ആ ബാഗ് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ വെച്ച് എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എല്ലാവരോടും ത്രിമധുരം കൊണ്ടുവന്നുണ്ട്, നോക്കുമ്പോൾ കാണാനില്ല.
ആ യാത്ര മുഴുവൻ കൊളായി. കാരണം അപ്പോഴേക്കും ഒരാൾ പറയും, ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ഇത് ഈ പോത്തുകൾ പോയിട്ട് എന്താ കാര്യം? ഒരാൾ പറയാണ്, ഒരു കമന്റ് പറയാണ്, ഒരു ലേശമെങ്കിലും മറ്റുള്ളവരെ കുറിച്ചൊരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് വെക്കൂ. നിങ്ങളൊക്കെ കഴിച്ചു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുവരണ്ടേ? കഴിഞ്ഞു, പോയതിന്റെ എല്ലാ ഫലവും അവിടെ കൊണ്ട് തീർന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിങ്ങൾ നോക്കൂ, ശബരിമല അവിടെ കയറി, നിങ്ങൾ 18-ാം പടി കയറി സ്വാമി അയ്യപ്പോ ഇങ്ങനെ സ്വാമി എന്ന് പറഞ്ഞങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും നട അടച്ചുപോയി. പിന്നെ നിങ്ങൾ കുറെ പ്രാഗി അവിടുന്ന് പോരും. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് തൊഴാൻ പറ്റില്ല. കാരണം തിക്കും തിരക്കും കാരണം നിങ്ങൾ അവിടുന്ന് തള്ളി മാറ്റി പോലീസുകാർ പറഞ്ഞു, നീ അവിടെ പോകാൻ പറ്റില്ല, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, നിങ്ങൾ തൊഴുകയല്ലേ പോടുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആട്ടി പറഞ്ഞേക്കും. ആ ദേഷ്യം കൂടി എല്ലാം കൂടിയിട്ട് നിങ്ങൾ എന്ത് സമാധാനം കണ്ടെത്തി? നിങ്ങൾ എന്ത് അമ്പലത്തിലാണ് പോയത്? നിങ്ങൾ നോക്കൂ, ഗുരുവായൂരിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഇടിയും ഇടിയൊക്കെ കൂടി അങ്ങനെ ആ ശ്രീകോവിലിന്റെ അടുത്തേക്ക് മുന്നോട്ട് പോ, അവിടെ നിൽക്കരുത് എന്നുള്ളൊരു ശാസനം കൂടി കേൾക്കുമ്പോൾ അവന്റെ കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കും നിങ്ങൾ, തീ പാറുന്ന വിധത്തിൽ. കാരണം നിങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിചാരിക്കരുത് കുറെ ഇല്ലാത്തത് പറയണം, സത്യസന്ധമായ കാര്യം പറയണം. ഈ ഗോഷ്ഠിത്തരങ്ങളല്ലാതെ എന്ത് ഭക്തിയാണ് നമുക്കുള്ളത്? നിങ്ങൾ അതിന് പകരം ആ ഇടിയും കിടിയൊന്നും കൂടാതെ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ ഒരു ഇടിയിടി ആവശ്യമില്ലല്ലോ. സ്വസ്ഥമായിട്ട് ശാന്തം ഉപാസിത അവിടെ നിന്ന് കുറച്ച് പ്രാണായാമവും പ്രണവും അത് മനസ്സിലാക്കണം. എൻ്റെ മനസ്സിൽ അന്തർലീനമായ കഴിവിനെ വികസിപ്പിക്കാനാണ്. ഒരു പൂ വിടരുന്നത് ഭാവന ചെയ്യുക. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കയ്യിൽ പൂവുണ്ട്, താമരപ്പൂവുണ്ട്. അതിങ്ങനെ വിടർന്ന് നിൽക്കുന്നത് അത് മനസ്സിന്റെ പ്രതീകമാണ്. അപ്പൊ ആ മനസ്സിനെ വിടർത്തുന്നതാണ്, മനസ്സിന്റെ കഴിവുകളെ ഉണർത്തുന്നതാണ്, ആ ശക്തിയെ വികസിപ്പിക്കാനാണ് ഞാൻ ഈ സാധന ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടി അർപ്പണത്തോടുകൂടിയിട്ട് വ്യക്തതയോടുകൂടിയിട്ട് നിങ്ങളൊന്ന് പ്രാണായാമവും പ്രണവമൊക്കെ ഉപാസിക്കൂ. ഇത് നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയാലും നിങ്ങളിതേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തിക്കും തിരക്കും കൂട്ടി അവിടെ തൊഴണമെന്നില്ല. കാരണം ഒരു വിഗ്രഹത്തിലിരിക്കുന്ന ദൈവത്തിനെ അല്ല നിങ്ങൾ പ്രീതിപ്പെടുത്തുന്നത്, നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ദൈവീകത ഉള്ളവർക്കേ പറ്റുള്ളൂ. അല്ലാത്തവർക്കത് സാധ്യമല്ല. അല്ലാത്തവർക്ക് അതിന്റെ മേമ്പൊടി കുറെ ചിന്തകൾ, സ്വഭാവങ്ങൾ, ശീലങ്ങൾ അതിന്റെ മുകളിലുണ്ടാക്കി കുറെ ആശയങ്ങളൊക്കെ അന്ധമായി വിശ്വസിച്ച്, നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയക്കാരൊക്കെ അന്ധമായ ചില ആശയങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു വെക്കാൻ. ചില രാഷ്ട്രീയങ്ങളൊക്കെ ലോകം മുഴുവൻ ഞങ്ങള് സോഷ്യലിസം ഉണ്ടാക്കുന്നു. എവിടെ ഉണ്ടാക്കാൻ പോകണം? അവരുടെ വീട്ടിലേ ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ, പിന്നെണ്ടോ ലോകം മുഴുവൻ ഉണ്ടാക്കാൻ പറ്റുന്നു? അവരുടെ വീട്ടിൽ തന്നെ അവർക്ക് സോഷ്യലിസം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സ്ഥലത്തും സോഷ്യലിസം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരുടെയും കഴിവുകളും ചിന്തകളും ഒക്കെ വ്യത്യസ്തമാണ്. ഒരു സോഷ്യലിസം എന്ന് നിങ്ങൾ ചൈനയുടെയൊക്കെ കമ്മ്യൂണിസം നോക്കൂ, അടിച്ചമർത്തപ്പെട്ട ഒരു രീതിയല്ലേ. എല്ലാം ഒരു പത്രം, ഒരു ബാങ്ക്, നിങ്ങൾക്ക് മടുത്തു പോകും ചൈനയിൽ. അതുകൊണ്ട് ചൈനക്കാർക്ക് ആ രാജ്യത്തേക്കാൾ ഏറെ ഇഷ്ടം ഇന്ത്യയെ പോലുള്ളത്. കാരണം ബഹുസ്വരത. ഇവിടെ ഇപ്പം നമുക്ക് ഒരു പത്രം വായിച്ച് തൃപ്തിയല്ലെങ്കിൽ വേറെ പത്രം വായിക്കാം. ചൈനയിൽ ഞാൻ പോയിട്ട് ഒറ്റ പത്രമേ കാണാറുള്ളൂ. ഒക്കെ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ഗവൺമെന്റിന്റെ കാര്യങ്ങൾ മാത്രം. എതിർത്താ പിന്നെ അവന്റെ പണി തീർന്നു. അവിടെ ജനാധിപത്യം എന്നൊരു സാധനം അടുത്തുകൂടെ പോയിട്ടില്ല. ഒരൊറ്റ ബാങ്കുകൾ, വേറെ അനവധി ബാങ്കൊന്നുമില്ല. ഇത് കുറെ കഴിഞ്ഞാൽ മടുത്തുമില്ലേ നിങ്ങൾക്ക്? എല്ലാം ഒരു തരത്തിലും ഒരു വൈവിധ്യത ഇല്ലാത്ത ജീവിതം. അത് കുറെ കഴിഞ്ഞാൽ മടുപ്പ് വരും. ഒക്കെ സർക്കാരിനെ പുകഴ്ത്തുന്ന സർക്കാരിനെ ഒരു തരത്തിലും വിമർശിക്കാൻ പറ്റില്ല. വിമർശിച്ചോ അവന്റെ പണി തീർന്നു. എന്നിട്ട് ജനാധിപത്യം എന്ന് പറയുന്നത് എവിടെയാ ഉള്ളത് അവിടെ? എന്നിട്ട് അവർ ജനാധിപത്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു നമുക്ക്. പോട്ടെ, നമുക്കൊരു വിഷയത്തിലേക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ശങ്കരാചാര്യസ്വാമികൾ പറയുന്ന പോലെ തതയ്ക്കും. എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അതാണ് പല മതങ്ങളും മനസ്സിനെ വികസിപ്പിക്കാനല്ല നോക്കുന്നത്. ഇവിടെയോ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അവർക്ക് അവരുടെ തെറ്റായ ആശയങ്ങൾ കൊണ്ട് സാധ്യമല്ല. അപ്പൊ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സ്വർഗം എന്നൊന്നുണ്ട് എന്ന്. ഇല്ലാത്ത സ്വർഗത്തെ ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് കാരണം ഇവിടെ അവർക്ക് ജീവിതം സ്വർഗമാക്കാൻ മനസ്സിനെ വികസിപ്പിക്കുന്ന അറിവുകൾ അത്തരം ഗ്രന്ഥങ്ങളിലില്ല. എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ മനസ്സിനെ വികസിപ്പിച്ച് ഇവിടെ തന്നെ നമുക്ക് ജീവിതം സ്വർഗമാക്കാൻ സാധിക്കും. സ്വർഗജീവിതം എന്നാൽ ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ആനന്ദം നിറഞ്ഞ ഒരു പരമതൃപ്തിയുള്ള ജീവിതം ഇവിടെ രൂപപ്പെടുത്താൻ പറ്റും. അപ്പൊ അതാണ് ഗീതയിൽ പറയുന്ന ജ്ഞാനാത് ശ്രദ്ധ, ജ്ഞാനത്തിലൂടെ ശ്രദ്ധ, ജ്ഞാനാത് ശാന്ത്യം. ഇപ്പൊ രണ്ട് ജ്ഞാനം. ഒന്ന്, എൻ്റെ ഉള്ളിൽ കഴിവുണ്ട് എന്ന ഒരു ആദ്യത്തെ അറിവ്.
രണ്ട്, ആ അറിവിനെ, കഴിവിനെ വികസിപ്പിക്കാനാണ്, ശക്തി വികസിപ്പിക്കാനാണ് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി സാധന ചെയ്ത് കിട്ടുന്ന ഒരു മാനസിക ശാന്തി ഉണ്ടല്ലോ, അതാണ് രണ്ടാമത്തെ ജ്ഞാനം. ഒന്ന് അറിവിന്റെ ജ്ഞാനം, രണ്ട് അനുഭവത്തിന്റെ ജ്ഞാനം. അപ്പൊ അറിവ് അനുഭവമാവണമെങ്കിൽ അതിനിടയ്ക്ക് ഒന്നും കൂടി ഉണ്ട്, അഭ്യാസം. അറിവ്, അഭ്യാസം, അനുഭവം. ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ശാന്തി, പരമമായ ശാന്തി നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും. ഇനി ഇതല്ല നമ്മൾ ജീവിക്കുന്നെങ്കിലോ, സ്വന്തം മനസ്സിന്റെ കഴിവുകളെ വികസിപ്പിക്കാനല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലോ, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ? അതിപ്പോ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്ട്രെസ്, ടെൻഷൻ, വറി, അതുപോലെ തന്നെ എന്താ നമ്മൾ പറയില്ലേ, മെന്റലി നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്, ഡൈലമയിലാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നത് കേൾക്കാറില്ലേ? ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ആകെ ബോറടിക്കണം, മടുത്തുപോയി എന്നൊക്കെ പറയില്ലേ? ഇതൊന്നും പറയാതിരിക്കണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധയോടെ പരിശീലിക്കണം. ഇനി അങ്ങനെ പരിശീലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ ഭഗവാൻ, യഥാർത്ഥ ജീവിത വിജയത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മൾ ജീവിത വിജയം എന്ന് പറയുന്നതും ഭഗവത്ഗീത ജീവിത വിജയം എന്ന് പറയുന്നതും രണ്ടും രണ്ട് തലത്തിലാണ്. നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഇഷ്ടങ്ങളുടെ, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്. എന്നാൽ ജീവിത വിജയം എന്നത് ഇഷ്ടങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സാഫല്യത്തിൽ മാത്രം നിൽക്കുന്നതല്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എപ്പോഴും ജീവിതം അനുകൂലമായി വരണമെന്നില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും ജീവിത വിജയം? ജീവിത വിജയം എന്ന് പറയുന്നത്, കൃഷ്ണൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ വന്നു ചേരുന്ന ദൗത്യങ്ങളെ ഏറ്റെടുക്കാനുള്ള ശക്തി, അതേപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള കരുത്ത്. അപ്പൊ നാം രണ്ട് തരത്തിലും സ്ട്രോങ് ആയിരിക്കണം. അതായത് ജീവിതത്തിൽ വരുന്ന ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കാനുള്ള മനോധൈര്യവും, പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാൽ അതിനെ മറികടക്കാനുള്ള കരുത്തും അതാരിലുണ്ടോ അവിടെയാണ് യഥാർത്ഥ ജീവിത വിജയം. ഇവിടെ അർജുനന്റെ മുന്നിൽ ഒരു യുദ്ധം വന്നു ചേർന്നപ്പോൾ ആ യുദ്ധത്തിൽ അർജുനൻ അതിനെ ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥയില്ലാതെ വന്നു. കാരണം അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ അർജുനന് നേരിടാൻ സാധിക്കുകയില്ല എന്നൊരു തോന്നൽ. പലരും പറയല്ലേ, ഈ ജോലി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും തോന്നില്ല, ഇതെനിക്ക് പറ്റില്ല എന്ന്. നോക്കൂ, ഈസി ഗോ ആണ്. നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ തകർന്നു പോകുന്നതിന് കാരണം ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാരങ്ങനെ വാങ്ങിച്ചു കൊടുക്കുകയാണ്, ഒരുക്കി കൊടുക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ ഇത്തിരി അനുഷ്ഠാനങ്ങളിലൂടെ കുട്ടികൾ വളരുകയാണെങ്കിൽ അസാധ്യമായത് സാധ്യമാക്കുക. നിങ്ങൾ നോക്കൂ, രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് ശീലിക്കുക. അത് ശീലം ഉണ്ടാവില്ല, അത് ആക്കിയെടുക്കണം. അപ്പൊ എനിക്കിത് സാധിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിച്ചാലുണ്ടല്ലോ, ആ കുട്ടികളിൽ ആ ചെറുപ്പത്തിൽ തന്നെ പരിവർത്തനങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ കാര്യത്തിൽ ഒരു കാര്യം എൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് പോവാറുള്ളത്, നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ വളരെ ചാലഞ്ച് എടുക്കാൻ തയ്യാറാവരും. ഇപ്പം ഞാനൊക്കെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ പഠിച്ച കുറേ യുവാക്കൾ, മുസ്ലിം സുഹൃത്തുക്കൾ, അവർ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഗൾഫിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും, വെറും +2 പ്രീ ഡിഗ്രി വെച്ചിട്ട്. ഇതെന്താ കംപ്ലീറ്റ് ആക്കാത്തതിൽ എനിക്ക് അവിടെ നല്ലൊരു ജോലി കിട്ടി. അപ്പൊ ഒന്നൊക്കെ പുറത്തിറങ്ങാൻ പോലും ധൈര്യം വരാത്തൊരു കാലഘട്ടത്തിൽ അവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു 16-17 വയസ്സിലൊക്കെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമ്മളെ 2-4 കണ്ണുകൊണ്ടാ നോക്കൂ, നീ എവിടെ പോകണു, അവിടെ പോകണു, ഇത്ര സമയത്തിന് എത്തണം, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, എങ്ങനെ പേടിപ്പിച്ചു വളർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇവര് ദുബായിൽ പോകണു, ഞാൻ അവിടെ പോകണു, ഇവിടെ പോകണു, ആള് പോയി. അവര് വീട്ടുകാർക്ക് പ്രശ്നമില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പിന്നീട് അതിനൊക്കെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, രാവിലെ ഒരു 5 മണിക്ക് വെളുപ്പിച്ച് ഇവരെയൊക്കെ ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും മദ്രസയിലേക്ക് വിടും. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളെ വിളിച്ചുണർത്തി അവർ മദ്രസ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അവർ ഖുർആൻ പഠിച്ചോ ഇല്ല എന്നുള്ള വേറെ വിഷയം, പക്ഷെ അവരിൽ ആ എണീക്കാനുള്ള, അസാധ്യമായത് സാധ്യമാക്കാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ ആ കുട്ടികളിലേക്ക് അങ്ങനെ വരുമ്പോൾ
അവര് ഒരു 17 വയസ്സിൽ ആ ഗൾഫിൽ പോകാൻ എനിക്ക് പറ്റും. കാര്യം പറ്റും എന്നുള്ളത് ഈ കുട്ടിയുടെ ഉള്ളിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. എന്നാൽ ഈ സമയത്ത് ഹിന്ദു കുട്ടിയാണെങ്കിലോ ഡിഗ്രി അല്ല PhD പഠിച്ചാലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൈര്യമില്ല. കാരണം അലസമായി എണീറ്റ് ശീലിച്ചു പോയി. സ്കൂളോ കോളേജോ ഉള്ള സമയത്ത് ഒരു കൃത്യനിഷ്ഠ കാണിക്കുന്നു എന്നല്ലാതെ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ഡേ ആയിപ്പോയി നമ്മുടെ വീടുകളിൽ. എങ്ങനെ നന്നാവും, എങ്ങനെ നേരെയാവും? നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കേണ്ട സമയമായിരിക്കണം. ഒരു കൃത്യനിഷ്ഠ എന്നത് വാസ്തവത്തിലുണ്ടല്ലോ, ഒരു നമ്മൾ മനസ്സിലാക്കണം, ഒരു വെറുതെ ശരീരത്തെ പീഡിപ്പിക്കാനല്ലത്. നമ്മുടെ ഉള്ളിൽ ബ്രെയിൻ്റെ അകത്ത്, മനസ്സിന്റെ അകത്ത് ഒരു ശക്തി, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യാനാണ്. എനിക്കിത് സാധിക്കും. അത് രാവിലെ തന്നെ എളിയിപ്പിച്ച അമ്മയും അച്ഛനും ഒക്കെ കൂടെ അമ്പലത്തിൽ കൊണ്ട് കുട്ടികളെ കൊണ്ടുപോയി ശീലിക്കുകയാണെങ്കിൽ എനിക്കിത് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് കുട്ടിയിൽ വരും. അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലേ, രാവിലെ കുറച്ച് യോഗയോ അതുപോലെ തന്നെ മെഡിറ്റേഷനോ കുട്ടികളെ ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. കുട്ടിയുടെ മനസ്സ് ഉറപ്പിച്ചു പറയും എനിക്കിത് സാധിക്കുന്നുള്ളത്, ഐ ക്യാൻ എന്നുള്ളത്. അപ്പൊ ഏത് ദൗത്യം ഏറ്റെടുക്കാൻ പറ്റും? നേരെ മറിച്ച് എപ്പോഴും പുറകോട്ട് അങ്ങനെ പോയി. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹം അധപ്പതിക്കുന്നതിന് കാരണം. ഞാൻ ഇക്കാര്യത്തിൽ മുസ്ലിം സമൂഹത്തെ വളരെയധികം ആദരിക്കും. കാരണം അവരെന്ത് ജോലി വിദേശത്ത് പോയി കഴിഞ്ഞു വന്നാൽ, ഒരുപക്ഷെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, നാട്ടിൽ വന്നാൽ അവർ ഏത് ബിസിനസ് തുടങ്ങാൻ ഇറങ്ങി. നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഹിന്ദു സമൂഹം എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ ഇറങ്ങാതെ? പൈസ ഇട്ടാ പേടിയാണ് പൈസ ഇടാൻ. കാരണം തിരിച്ചു വരൂ, കിട്ടില്ലേ എന്നുള്ളത്. കാരണം നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ല. അതാ വളർത്തിക്കൊണ്ടുവന്നതിലേ തെറ്റിപ്പോയി. അതിൽ കുറെ ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്കാണ്. കാരണം കുട്ടികളെ അങ്ങനെ ലേസി ആയിട്ട് വളർത്തി കൊണ്ടുവന്ന് അവരിൽ ആ കോൺഫിഡൻസ് മുഴുവൻ നശിപ്പിച്ചു. എന്നിട്ട് എന്ത് കുന്താണ് നിങ്ങൾ ഈ പറയുന്നത്? വിദ്യാഭ്യാസം, സ്കൂളിൽ പോയാൽ കുട്ടി നേരെയാവുന്നുണ്ടെങ്കിൽ ലോകം നേരെയാവണ്ടേ? മെന്റലി കറക്റ്റ് ചെയ്യണം. വെറും ഇന്റലക്ച്വലി ഇൻഫർമേഷൻ പോരാ, മെന്റലി സ്ട്രെങ്ത് വേണം. വെറും മനുഷ്യനെ ബുദ്ധി മാത്രമായി കണ്ടതാണ് ഹിന്ദുവിനെ പറ്റിയ തെറ്റ്. മനുഷ്യന് മനസ്സെന്നൊരു ശക്തിയുണ്ട്. ആ മനസ്സിൽ ആലസ്യവും ആ മനസ്സിൽ വെറും ഉഴപ്പും മാത്രമായാൽ ജന്മം എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് തെക്കും വടക്കും നടക്കേണ്ട ഗതികേട് ഹിന്ദു സമൂഹത്തിനുണ്ടായത്. ഇന്ന് എത്രയോ കുട്ടികൾ നോക്കും PhD കഴിഞ്ഞിട്ട് കല്യാണം നടക്കാതെ വീട്ടിലിരിക്കുകയാണ് ഹിന്ദു വീടുകളിൽ. ഇന്ന് 21 വയസ്സ് വിവാഹപ്രായം കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഗതം ചെയ്ത് ഹിന്ദുക്കളാണ്. കാരണം ഹിന്ദുവിന് കല്യാണം കഴിക്കാൻ പറ്റില്ല, കല്യാണമേ നടക്കണില്ല. എന്നാൽ നിങ്ങൾ നോക്കും മുസ്ലിം സമുദായം അതിനെ എതിർക്കുന്നു. കാരണം അവർക്ക് പെട്ടെന്ന് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ പറ്റും. അവരെ കുട്ടികൾക്ക് കല്യാണത്തിന് സാധ്യതകളുണ്ട്. നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾ എന്ത് ഡിഗ്രി അല്ല എന്ത് PhD കഴിഞ്ഞാലും ഇറ്റ്സ് ഓൾ വർത്ത്ലെസ്, യൂസ്ലെസ് എന്ന് ഞാൻ അധിക്ഷേപിക്കല. കാരണം വെറും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു ജീവിതം നന്നാക്കിയെടുക്കാമെന്ന് സ്വപ്നം കാണരുത് നിങ്ങൾ. അതാണ് ഇന്നിപ്പോ നിങ്ങൾ കാണുന്നത്. എത്രയോ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് സൂയിസൈഡ് ചെയ്തും ലഹരിക്ക് അടിമപ്പെട്ടും ജീവിതം തകർത്തും തരിപ്പണമാക്കി ജീവിക്കുന്നത്. എന്ത് വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്തത്? ഇന്നും രാവിലെ ഒരു അമ്മ എൻ്റെ അടുത്ത് കരയിരുന്ന മകനെ ഞാൻ ഡിഗ്രിക്കൊക്കെ പറഞ്ഞയച്ചു, അവനിപ്പം വെറും ഉഴപ്പാണ്, കുറെ വേണ്ടാത്ത കൂട്ടുകെട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അവൻ ലഹരിയിലേക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ. കരയായിരുന്നിട്ട് ആ കുട്ടിയല്ല ചീത്ത വിളിക്കേണ്ടത്, അമ്മയെ തന്നെയാണ്. കാരണം അച്ഛൻ പോയി നേരത്തെ. എന്നാ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രം മതിയെന്നും പറഞ്ഞ് ജീവിച്ചവരാ. എൻട്രൻസിനും പഠിപ്പിച്ച്, അല്ലെങ്കിൽ അത് കിട്ടാതായപ്പം പിന്നെ ഡിഗ്രിക്ക് പറഞ്ഞയച്ച് രാവിലെ ഒന്ന് എണീപ്പിച്ച് ആ കുട്ടിയെ ഒന്ന് അമ്പലത്തിൽ പോയേ, അതൊന്നും എന്റെ കുട്ടിക്ക് ആവശ്യമില്ല, ഒക്കെ ദൈവം നോക്കും. ഇപ്പൊ ദൈവം പോലും നോക്കുന്നില്ല, കരയായിരുന്നിട്ട്. ഇവരോടൊക്കെ സഹതാപം എന്തിനു തോന്നണം? കാരണം ആവുന്ന കാലത്ത് വേണ്ട രീതിയിൽ നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കാതെ ജീവിച്ചു. അന്ന് ഉഴപ്പിയും അലസമായും അന്ന് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് ഇന്ന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നപ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇപ്പൊ ദൈവത്തെ പഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കൂ, കൃഷ്ണൻ പറയുന്ന അത്ര വളരെ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അർജുനനെ കൊണ്ട് കൃഷ്ണൻ ഒരു ചോദ്യം ചോദിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം പലരും ജീവിതത്തിൽ ഉഴപ്പുന്നതിന് കാരണം അവർക്ക് ജീവിതം ഈസി ആയിട്ട് കടന്നു പോകണം, എല്ലാം എളുപ്പത്തിൽ കിട്ടണം. എളുപ്പം പ്രയാസമുള്ളതൊന്നും ചെയ്യാൻ അവർ തയ്യാറില്ല. പ്രയാസമുള്ളത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്കതൊന്നും പഠിക്കാൻ പറ്റില്ല. അതെന്താ ഇങ്ങനെ പഠിക്കാൻ പറ്റാത്തതായിപ്പോയത്? കാരണം ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്യാതെ പോയാൽ, ബ്രെയിൻ പവർ എന്ന് പറഞ്ഞാൽ മെന്റൽ പവർ ഡെവലപ്പ് ചെയ്യാതെ പോയാൽ
മനസ്സെപ്പോഴും കാര്യങ്ങളെ ഈസി ടഫായതിനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ടഫായത് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർക്ക് മുന്നേറാൻ പറ്റില്ല. നിങ്ങൾ നോക്കും, മിലിറ്ററിയിലൊക്കെ എല്ലാ സോൾജേഴ്സിനും ടഫ് വെതറിലൂടെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. 3 കൊല്ലം അവർ കാശ്മീർ പോസ്റ്റിംഗ് വേണം. കാശ്മീരിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന താഴെയുള്ള കാശ്മീരല്ല, അങ്ങ് മുകളിലുള്ള കാശ്മീർ എന്ന് വെച്ചാൽ മുഴുവൻ ബർഫ് മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് വേണം അവർ ഡ്യൂട്ടി ചെയ്യാൻ. അത്രയും പ്രയാസമുള്ള സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്ത് പരിശീലിക്കുന്ന ജവാന്മാരെയാണ് അവർ പിന്നീട് ഹയർ പോസ്റ്റിലേക്കൊക്കെ അവരെ സെലക്ട് ചെയ്തത്. ആൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഈ തരത്തിൽ പ്രയാസകരമായ കാര്യങ്ങളെ പരിശീലിപ്പിച്ചെടുത്ത് അത് സാധ്യമാക്കി തീർക്കാൻ ഇന്ന് നമുക്ക് പരിശീലകന്മാരുള്ളതുപോലെ തന്നെ ജീവിതത്തിലും അത്തരം പരിശീലനങ്ങൾ ഇല്ലെങ്കിൽ നാം തെറ്റിദ്ധരിക്കും, എല്ലാം ഒരു ഈസി ഗോ എന്ന രീതിയിൽ ജീവിതത്തെ കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നത് കൃഷ്ണനോട്. കൃഷ്ണ, ഞാൻ ഇങ്ങനെ ധാരാളം സന്യാസിമാരെയൊക്കെ കാണുന്നു, അവരിങ്ങനെ ഗുഹകളിലോ ആശ്രമങ്ങളിലോ ഇരുന്ന് സുഖമായിട്ട് കണ്ണടച്ചിരിക്കുകയാണ്. അവർ വളരെ ശാന്തിയും സ്വസ്ഥതയും സമാധാനം അനുഭവിക്കേണ്ട ഞാൻ എന്തിനീ ഘോരമായ യുദ്ധമൊക്കെ ചെയ്തിട്ട് അസ്വസ്ഥമായൊരു ജീവിതം നയിക്കണം? എനിക്കെന്തുകൊണ്ട് അവരെ പോലെ ഒരു ഭാഗത്ത് അടങ്ങിയിരുന്നൂടാ? എനിക്ക് രമണ മഹർഷി പറഞ്ഞ പോലെ ചുമ്മാതിരുന്നാ പോരെ? ഞാൻ എന്തിനാ ഈ കഷ്ടപ്പാടുകളും ദുരിതവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് കൃഷ്ണ, എനിക്ക് ഈ കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വേണം. കൃഷ്ണൻ അർജുനന് ഈ കാര്യം നേരത്തെ പറഞ്ഞു കൊടുത്താണെങ്കിലും അർജുനന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം ഇവിടെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇനി കൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത്, അതായത് യുദ്ധം ചെയ്യാന്നുള്ള പ്രവൃത്തിയൊക്കെ ചെയ്താൽ പിന്നെ രാജ്യം ഞങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അങ്ങനെ വിചാരിക്കുക, ജയിച്ചു. പിന്നെ ആ ഒരു ലോകത്തിൽ കുരുങ്ങിക്കിടക്കുകയല്ലേ കൃഷ്ണ? അങ്ങ് പറയുന്നത് പോലെ മനസ്സിനെ ഉയർത്താൻ പിന്നെ എവിടെ പറ്റുന്നു? കാരണം മനസ്സെന്ന് പറയുന്നത് അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതിന് കുറെ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതാ ഒരു മോഹവലയത്തിൽപ്പെട്ട് അതൊന്ന് പുറത്തു കിടക്കില്ല. നമ്മളെല്ലാവരും പറയും, നമുക്കെല്ലാവർക്കും ആ കോൺഫിഡൻസ് ഉണ്ട്. അതായത് കുട്ടികളൊക്കെ പറയില്ലേ, അമ്മമാരോടൊക്കെ പറയും, കളിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വരാം. എവിടെ 5 മിനിറ്റ് കഴിഞ്ഞ് വരാൻ പറ്റണോ? പിന്നെ തിരിച്ചു വരാൻ മനസ്സ് സമ്മതിക്കില്ല. കാരണം ആ കളിയുടെ ഒരു രസത്തിൽ അങ്ങനെ മുഴുകി നിൽക്കും. ഒരു 10 മിനിറ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ 10 മിനിറ്റിനുള്ളിൽ വരാൻ പറ്റണ്ടേ? കാരണം മനസ്സൊരു രസത്തിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ ആ രസത്തിൽ നിന്നും പുറത്തു കിടക്കൽ എളുപ്പമല്ല. അതുപോലെ ഇവിടെ രാജ്യം കിട്ടിയാൽ പിന്നെ അതിന്റെ സുഖത്തിൽ നിന്ന് പുറത്തു കിടക്കൽ എളുപ്പമാവില്ല. അപ്പൊ പിന്നെ ഞാൻ കൃഷ്ണ ഈ വ്യവഹാരത്തിൽ, ഈ സംസാരത്തിൽ ഇതിൽ തന്നെ കുരുങ്ങി അല്പം പോലും മാനസികമായ ഒരു ഉയർച്ചയും ഇല്ലാതെ ഞാൻ ചത്തുപോയില്ലേ? എനിക്കിതിൽ നിന്ന് പുറത്ത് കടക്കുകയും വേണ്ടേ? അപ്പോ ഒരു വശത്ത് ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് എങ്ങനെ ഞാൻ ആ ഭൗതിക ലോകത്തിന്റെ മാസ്മരികമായ ആകർഷണത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കും? ഇതാണ് മനുഷ്യരെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇതൊരു നല്ലൊരു ചോദ്യമാണ് അർജുനന്റെ ചോദ്യം ഈ 5-ാം അധ്യായത്തില്. അതായത് ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ഇൻവോൾവ് വിത്ത് മെനി തിങ്സ് ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഔട്ട്. ഒരു പ്രേമം അത് തന്നെ എടുത്തു നോക്കും. നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടങ്ങൾ തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പ്രണയമായി മാറുന്നു. പ്രണയം ക്രമേണ 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 സ്വന്തമാണെന്ന് തോന്നുന്നു. ആ സ്വന്തം കൂടി ഇനി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുന്നു. പിന്നെ കാണാതിരിക്കാൻ വയ്യ, കേൾക്കാതിരിക്കാൻ വയ്യ. പിന്നെ ഇരു മനസ്സാണെങ്കിലും ഒരുമയായിട്ട് ജീവിക്കാനൊക്കെ അങ്ങോട്ട് അവർ തീരുമാനിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് ഭ്രാന്തമായ അന്ധമായ ഒരു പ്രണയക്കുരുക്കിൽ പെട്ട് പോകുമ്പോൾ കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വെറും ഒരു തോന്നലായിരുന്നു. കാരണം ഒരു മനസ്സിനെയും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളത്. ബിക്കോസ് എവ്രി മൈൻഡ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പ്രയോറിറ്റീസ്. ഒരു പെൺകുട്ടി വിചാരിക്കും ഈ ആൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടാവും, ഈ ആണിന്റെ മനസ്സെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ആൺകുട്ടി എന്താ ഈ പെൺകുട്ടിയുടെ മനസ്സ് എൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. പക്ഷെ മനസ്സിൽ ഏറെ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി കടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സ് മാറുമ്പോൾ അപ്പോഴാണ് പ്രശ്നങ്ങൾ അങ്ങനെ തലപൊക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ പ്രണയം അവസാനം ഒരു വലിയ ദുരന്തമായി മാറുന്നത് ഒരു അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ നടന്നൊരു കഥയാണ്. ഒരു പെൺകുട്ടിയെ ഒരുത്തനിങ്ങനെ അന്ധമായിട്ട് അങ്ങോട്ട് പ്രേമിച്ചു. ആ കുട്ടി തന്റെ സ്വന്തം അങ്ങോട്ട് കരുതി. അങ്ങനെ അവൻ കരുതുമ്പോ
ഈ പെൺകുട്ടിക്കാണെങ്കിൽ നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ അപാര കഴിവുള്ള കുട്ടിയാണ്. എല്ലാവരോടും ആ കുട്ടി ഇങ്ങനെ ഒരു വളരെ എന്താ പറയാ നല്ല ബന്ധങ്ങൾ കൊണ്ടു നടന്ന് ഇവനോട് ആ ബന്ധമാണ് കുട്ടി കൊണ്ടു നടന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇവൻ കരുതി ഇവനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്, ഇവനെയാണ് ആ കുട്ടി തന്റെ കാമുകനായിട്ട് അല്ലെങ്കിൽ തന്റെ സർവസ്വമായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കലയൊക്കെ ഇഷ്ടപ്പെടുന്ന കലാകാരനായ പയ്യൻ ഈ പെൺകുട്ടിയോട് അടുക്കാൻ തുടങ്ങി. അപ്പൊ ഇവളെ എനിക്ക് നഷ്ടപ്പെടുകയാണ്, അവനെ അടിച്ചു മാറ്റുകയാണ് ഇവളെ എന്നുള്ള രീതിയിൽ, അവനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നൊക്കെയുള്ള രീതിയിൽ അവന്റെ കുറ്റങ്ങളും കുറവുകളും ഈ പെൺകുട്ടിയോട് പറയും. അപ്പൊ പെൺകുട്ടി പറയും, നിനക്ക് ഭ്രാന്താണ്, അവര് ആ കഴിവുള്ള ഒരു കുട്ടിയാണ്, നീ എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്ന നോക്കുമ്പം ഇവള് അവന്റെ പക്ഷത്താണെന്നുള്ളൊരു തെറ്റിദ്ധാരണ. നോക്കൂ നിങ്ങൾ, ഈ കുട്ടി അറിയുന്നില്ല ഇതൊക്കെ ഇവന്റെ ഇമാജിനേഷൻ. അവസാനം ഇവൻ അങ്ങോട്ടൊരു പ്രതികാരത്തിലേക്ക് കിടക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മേലെ കൊണ്ടുവന്ന് കുറെ പെട്രോൾ ഒഴിച്ച് അങ്ങോട്ട് കത്തിച്ചു. അങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കൊന്നത്, നല്ല കലാകാരിയായിട്ടുള്ള ഒരു കുട്ടിയെ. ഇതിങ്ങനെ നിത്യസംഭവങ്ങളായി മാറുമ്പോൾ ഇതൊക്കെ ഒരു ഭ്രാന്തല്ലേ? ഈ കുട്ടികളൊക്കെ +2 കഴിഞ്ഞ് അതൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ കൗമാരത്തിൽ നിന്നും കുറച്ചുകൂടി ഒരു മാനസികമായ പക്വതയിലേക്ക് കടക്കേണ്ട സമയത്താണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ ഈ മനസ്സുണ്ടാക്കി തീർക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. അപ്പൊ അവിടെയാണ് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്, ഈ ലൗകിക ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ബോധമനസ്സുകൊണ്ടാണ് നാം ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു മനസ്സിനും മറ്റൊരു മനസ്സിനെ 100% നിയന്ത്രിക്കാൻ സാധ്യമല്ല. അപ്പൊ മറ്റൊരു മനസ്സ് എൻ്റെ കൂടെ ഉണ്ടാകും, മറ്റൊരു മനസ്സ് എന്നെ ഇഷ്ടപ്പെടും, മറ്റൊരു മനസ്സ് എപ്പോഴും എനിക്ക് വേണ്ടി എന്നിരിക്കും എന്നൊക്കെയുള്ള ധാരണയുണ്ടല്ലോ, അത് മനുഷ്യ മനസ്സിനെ വളരെ ദുരന്തത്തിലേക്കാക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? മനസ്സിനെ ബാലൻസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഏത് കാര്യത്തിലും നമുക്കൊരു മെച്യൂരിറ്റി വേണം, ഏത് കാര്യത്തിലും നമുക്കൊരു ജീവിതത്തിലൊരു പണ്ടുള്ളവർ പറയുന്നത് പോലെ ഒരു സ്ഥിരചിത്തത വേണം, ഒരു സ്ഥിരത വേണം. ആ സ്ഥിരത ഉണ്ടാവാൻ എങ്ങനെ സാധിക്കും? അതിന് നമുക്ക് അർജുനന്റെ ചോദ്യം നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് കടക്കാം. 5-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം അർജുനൻ ചോദിക്കുന്നു കൃഷ്ണനോട്. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി ശ്രേയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അങ്ങ് ആദ്യം പറഞ്ഞു ഏറ്റവും സർവശ്രേഷ്ഠം സന്യാസമാണ്. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആരുടെ മനസ്സാണോ നിരന്തരമായ ഏകാഗ്രത ഡെവലപ്പ് ചെയ്ത് നാമജപത്തിലോ അല്ലെങ്കിൽ മന്ത്രജപത്തിലോ ധ്യാനാത്മകമായൊരു അവസ്ഥയിലേക്കോ മനസ്സിനെ ഏകാഗ്രമാക്കി അതിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കുന്നത്, അതാണ് ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോട് മനസ്സർപ്പിച്ചുകൊണ്ട് മനസ്സങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു മാനസികാവസ്ഥയാണ് ധ്യാനം. ഈ തരത്തിൽ ധ്യാനമാണ് ശ്രേഷ്ഠം അല്ലെങ്കിൽ ജ്ഞാനമാണ് സന്യാസമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞു, എന്നാലും അർജുന നീ യോഗം കർമ്മയോഗം തന്നെ ചെയ്യണമെന്ന്. കൃഷ്ണ, ഇതിൽ ഏതാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുക? ഏതയോ ഇതിൽ രണ്ടിൽ എനിക്ക് ഏതാണ് ശ്രേയസ് തരിക? ബ്രൂഹി സുനിശ്ചിതം, അത് മാത്രം എനിക്ക് പറഞ്ഞുതരൂ. അർജുനന് ഇപ്പൊ എന്താ വേണ്ടത്? ഇവിടെ നിന്നൊക്കെ വിട്ടിട്ട് ഗുഹയിൽ പോയിട്ടിരിക്കണം. കാരണം എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അർജുനന്റെ അവസ്ഥ അതാണ്. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രശ്നം തലയ്ക്ക് കയറിയാൽ ഞാനിതൊന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന്, എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങിയാൽ മതിയെന്ന്, കുറച്ച് ദിവസം ഒന്നും മിണ്ടാതിരുന്നാൽ മതിയെന്ന്, എങ്ങനെയെങ്കിലും ഇതൊന്നും പുലിവാലെന്ന് പുറത്തു കിടക്കണം. ഇതേ മനുഷ്യൻ ചിന്തിക്കലും. ഇവിടെ അർജുനന്റെയും ആഗ്രഹം ഇതിൽ നിന്നൊന്ന് പുറത്തു കിടക്കണമെന്നാണ്. എന്റെ ഈ കൃഷ്ണൻ പുറത്ത് കിടക്കാൻ അർജുനോട് പറയാത്തത്? അർജുന, നീ പോയിക്കോ, നിനക്ക് താല്പര്യമില്ലാത്ത കാര്യം ചെയ്യണ്ട. ഇന്നത്തെ അച്ഛനമ്മമാര് കുട്ടികളോട് പറയുന്ന പോലെ, എന്നാ നിനക്ക് ഇഷ്ടമില്ലാത്തത് നീ ചെയ്യണ്ട, നീ പഠിക്കണ്ട മോളെ, കാരണം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ. അങ്ങനെ നമ്മളൊരു ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനാണോ നമ്മൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ അധപ്പതനമാണ്. കാരണം ഇവിടെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞാൽ മതി, അർജുന നിനക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നീ പോയിക്കോളൂ, നീ എവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? പക്ഷെ കൃഷ്ണൻ അതല്ല പറഞ്ഞു, പുനർയോഗം ച സംസസി. അർജുനോട് പറഞ്ഞു, നീ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ, നീ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ. അപ്പോ ഒരു വശത്ത് കൃഷ്ണൻ പറയുന്നു, ആരാണോ ഇതിൽ നിന്നൊക്കെ മുക്തരായവര് അവരാണ് സുഹൃതികളായിട്ടുള്ളവർ. കാരണം അവരെ സംസാരമൊന്നും ബാധിക്കുന്നില്ല, അവരെ മനസ്സങ്ങനെ ധ്യാനാത്മകമായി അതിലങ്ങനെ മുഴുകി ആനന്ദത്തിൽ പരമാനന്ദത്തിൽ പരമ സ്വസ്ഥിതിയിൽ അവര് വിരാജിക്കുമ്പോൾ ഈ ദുരിതം പിടിച്ച ദുഃഖം പ്രയാസങ്ങൾ പിടിച്ച ഈ കർമ്മ
മേഖലകളിലേക്ക് എന്തിനെന്നെ തള്ളിവിടണം? ലൗകിക ജീവിതത്തിലേക്ക് എനിക്ക് മടുത്തു, എനിക്കിതൊക്കെ മടുത്തു, മതിയേ, ഇനി എന്നെ ഇതിലേക്ക് തള്ളിവിടരുത്. ചില പെൺകുട്ടികളുണ്ട്, ആദ്യത്തെ വിവാഹം മോചനം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വീട്ടുകാർ പറയും നീ ഒന്നും കൂടി കെട്ട്. അയ്യോ എനിക്ക് വേണ്ട, ആദ്യത്തവൻ തന്നെ എന്റെ ജീവിതം തകർത്തു, ഒന്നാമത്തവന്റെ സ്വഭാവം കൊണ്ട് തന്നെ എനിക്ക് മതി, ഇനി രണ്ടാമത് ഒരുത്തിനെയും കൂടി പരീക്ഷിക്കാൻ തയ്യാറില്ല. ഇല്ല മോളെ, കുറച്ചുകൂടി നിനക്ക് അനുഭവിച്ച് തീർക്കാണ്ട്, ആദ്യത്തേത് കുറച്ചായിട്ടുള്ളൂ, ഇനി കുറച്ചുകൂടി ബാക്കിയിരിക്കുന്നത്. ആ പെണ്ണിനെ പറഞ്ഞ് രണ്ടാമതൊന്ന് കെട്ടിക്കും. അങ്ങനെ 3 കെട്ടിയ MP-മാർ കേരളത്തിലുണ്ട്. എന്നിട്ട് അതും ശരിയായില്ല. പറയുമ്പോൾ അവരൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള ഒരു യുണൈറ്റഡ് നേഷനിലൊക്കെ വർക്ക് ചെയ്തവരൊക്കെയാണ്. പക്ഷെ 3 കെട്ടിയിട്ടും അവസാനം ഇയാൾ കെട്ടേണ്ടി വന്നു. ആലോചിച്ച് നോക്കും, ബാക്കിയുള്ളതിലൊക്കെ അവർക്ക് ബുദ്ധി ഉണ്ടായി, പക്ഷെ ഒരു ഭാര്യയെ കൊണ്ട് നടക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല എന്നല്ലേ ഇപ്പൊ അത് മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഭാര്യ തേച്ചു, അല്ലെങ്കിൽ ഇയാള് തേക്കുന്നതിന് മുമ്പ് അവര് തേച്ചൊട്ടിച്ചു പോയി. അതൊക്കെയാണല്ലോ ഇന്നത്തെ ഭാഷ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, പറഞ്ഞു വരുന്നത് ഇവിടെ എല്ലാവരുടെ ജീവിതത്തിലും ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചാൽ വീണ്ടും ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കിയ ആൾക്കാരുണ്ട്. പരീക്ഷിച്ചു, അതിലും പരാജയപ്പെട്ടു. ഒരുതൻ പണ്ട് തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. ജീവിതം അടുത്തിട്ടല്ല, എന്തിന്? അവനൊരു കയറൊക്കെ എടുത്തിട്ടൊന്ന് തൂങ്ങിയതാണ്, കയറ് പൊട്ടി താഴെ വീണു. അവൻ പറയാണ്, ചാവാനും അറിയില്ലെങ്കിൽ ദൈവം ഇനി എന്താ ചെയ്യാന്ന്. ഒന്നുകൂടിയൊക്കെ വലിച്ചു കെട്ടി, വേറെ കയറ് കിട്ടാത്തതുകൊണ്ട് കൂട്ടിക്കെട്ടി രണ്ടാമത് ഒരൊറ്റ ചാട്ടം. കയറ് 2 സ്ഥലത്താണ് പൊട്ടിയത്, നേരത്തെ ഒരു സ്ഥലത്തേ പൊട്ടിയുള്ളൂ. എന്നാ ഒരു വാശി, ഈ കയറുകൊണ്ട് തന്നെ ഞാൻ തൂങ്ങുന്നു. ഒരു ഫാനിലൊക്കെ കയറ് 3 പ്രാവശ്യം അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിളൊക്കെ ആയിട്ട് കെട്ടിയിട്ട് തൂങ്ങിയതാ. ഫാൻ അടക്കം പൊട്ടി വീണു. നിങ്ങൾ നോക്ക്, നേരത്തെ കയറേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഫാനോട് കൂടി പൊട്ടി വീണു. അപ്പൊ അവൻ പറയുന്നു, ഇനി ഞാൻ തൂങ്ങിയ ചിലപ്പോൾ വീട് തന്നെ വീണു വരും, അതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും ജീവിക്കാൻ നല്ലത്. ഇതാണ് ജീവിതത്തിൽ മനുഷ്യൻ എന്ത് തന്നെ വിചാരിച്ചാൽ ചില സമയത്തുണ്ടല്ലോ, വിചാരിച്ച പോലെ എല്ലാം നമ്മൾ വിചാരിച്ച കണക്കൂട്ടൽ നടക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് പുറം നോക്കാതെ, അല്ലെങ്കിൽ പുറത്തേക്ക് ഓടണം എന്നല്ല പറയുന്നത്. ജീവിതത്തിൽ നിരാശ കൊണ്ട്, പരാജയം കൊണ്ട് രക്ഷപ്പെടേണ്ടവരല്ല മനുഷ്യൻ. ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കണം. അത് ഈ ഒരു ശ്ലോകം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ അഭിമുഖീകരിക്കാനാണ്, ഓടി രക്ഷപ്പെടാനല്ല. ഒരു നിരാശ വന്നു എന്ന് വെച്ചിട്ട് കയറെടുക്കേണ്ട കാര്യമോ റെയിൽവേ സ്റ്റേഷനിൽ പോയി തലവെക്കേണ്ട കാര്യവും ഇല്ല. ഇന്ന് കേരളത്തിൽ അത് വളരെ കൂടിയിരിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടിൽ പീഡനം, ഉടനെടുത്തു കയറ്. എനിക്ക് തോന്നുന്നു ഇനി കുറെ കഴിഞ്ഞാൽ ഈ ഡൗറിക്ക് പകരം കയറ് കൊടുത്തു വിടേണ്ടി വരുമെന്ന്. എന്തൊരു നാണക്കേടായിരിക്കണം നോക്കൂ നിങ്ങൾ. ഇങ്ങനെ മനുഷ്യൻ അതപ്പതിച്ചു പോയി. ഈ കേരളത്തിൽ എന്നും കേൾക്കുന്നത് ആത്മഹത്യയും ബോംബാക്രമവും ഇങ്ങനെ നശിപ്പിക്കുന്നു ഈ കേരളം. അതും നല്ല നല്ല യുവാക്കളും യുവതികളും ആത്മഹത്യ എന്ന് കാണുമ്പോൾ സങ്കടം വരും. കുട്ടികൾ, എന്തൊരു ദുരന്തമായി. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് UP പരിഹസിക്കുക. പണ്ട് UP ഇങ്ങനെയെന്ന്, ഇന്നിപ്പോ കേരളം UP കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു തമാശയായിട്ട് ഒരുത്തൻ പറഞ്ഞു, അടുത്ത കാലത്ത് ഒരു വിവാദം ഉണ്ടായി. കേരളത്തിലെ UP മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ UP മുഴുവൻ കേരളമാവുന്നു. അപ്പോഴേക്കും ഇവിടുത്തെ കാരണഭൂതന്മാരൊക്കെ ചാടി പുറപ്പെട്ടു അതിനെതിരെ പ്രതികരിക്കാനായിട്ട്. അങ്ങനെയല്ല, കേരളം പോലെ ആവാൻ ശ്രമിക്കുമെന്ന്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, കേരളം പോലെ ആവാതിരിക്കുക നല്ലത്. കാരണം കേരളത്തിൽ ഇപ്പോ തൊഴിലില്ലായ്മ അത്ര കൂടിക്കൊണ്ടിരിക്കുക. എന്ത് വ്യവസായ തുടങ്ങുന്നത്? ആകെ ഉള്ളത് കഞ്ചാവ് വിൽക്കുന്നൊരു വ്യവസായമാണത്. അതിന് ഡെയിലി പിടിക്കുന്നുണ്ട്. സ്വർണം കള്ളക്കടത്ത്, കഞ്ചാവ് കടത്ത്, ഈ തരത്തിലുള്ളതല്ലാത്തൊരു വ്യവസായം എന്താ നിങ്ങളൊന്ന് പറയും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? നല്ല നല്ല വ്യവസായങ്ങൾ പൂട്ടുന്നു, ഈ വ്യവസായങ്ങൾ കൂടുന്നു. അതുകൊണ്ട് ആരോ പറഞ്ഞു, നല്ലൊരു ജോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് കേരളത്തിൽ UP ഉണ്ട്, UP-യിൽ കേരളം ഇല്ല. അത് എനിക്ക് മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞതെന്ന്. അതായത് കേരളത്തിൽ UP സ്കൂൾ ഉണ്ടല്ലോ, എന്നാൽ UP-യിൽ കേരള എന്നുള്ളൊരു സംഭവം ഉണ്ടോ അവിടെ? അപ്പൊ ഇവിടെ UP എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ UP സ്കൂൾ ഉണ്ട് എന്നുള്ളത് മറക്കരുത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരിക്കലും നിരാശ കൊണ്ട് പിൻവാങ്ങലല്ല, അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നേടണം. അതിനെന്താ വഴി? അതിനാണ് നിങ്ങൾ ഗീത പഠിക്കേണ്ടത്. അതാണ് ഗീത തരുന്ന ജീവിത വിജയം. ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുക. ഒന്നിൽ നിന്നും രക്ഷപ്പെടലല്ല. ഇവിടെ കൃഷ്ണൻ സന്യാസം എന്നതുകൊണ്ട് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അർജുന, എസ്കേപ്പിസം ഈസ് നോട്ട് ദ വേ, യു ഹാവ് ടു ഫേസ് ദ ലൈഫ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു കഴിവില്ലാത്തൊരു മനസ്സോടുകൂടി നീ ജീവിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ ഒരു ഛേദമില്ല, കുഴപ്പമില്ല. ഈ മനസ്സിന് മരണമില്ല, ഈ മനസ്സിന് നാശമില്ല. ഈ മനസ്സാണ് ഇനിയൊരു ജന്മത്തിന് കാരണമാകുന്ന ഒരു വിത്തായി മാറുന്നത്. മനസ്സാണ് മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്ത്, മറക്കരുത്. മനസ്സാണ് മനുഷ്യന് ജന്മം തരുന്നത്. മനയേവ മനുഷ്യാണാം കാരണം
മനുഷ്യന്റെ ജീവിതത്തിന് എല്ലാറ്റിനും കാരണം മനസ്സ് തന്നെയാണ്. ഉപനിഷത്തുക്കളായാലും നിങ്ങൾ ഏത് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും ആദ്യം പറയുന്ന ഒരു കാര്യം ഇതാണ്. ഭാഗവതത്തിൽ 4-ാം സ്കന്ധത്തിൽ 29-ാം അധ്യായത്തിൽ 66-ാം ശ്ലോകത്തിലാണ് തോന്നുന്നത്, അവിടെ 76-ാം ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് മനയേവ മനുഷ്യാണാം ഭൂതാനം ഭവകാരണം എന്നാണ്. മനുഷ്യന്റെ മനസ്സ് തന്നെയാണ് അവനെ ജന്മമെടുക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ ജനിച്ചു വരുന്നതിന് കാരണം നമ്മുടെ ഈ തോട്ട്സുകളാണ്. ഇതൊരിക്കലും നശിക്കില്ല. അതല്ല ഐൻസ്റ്റീനും പറഞ്ഞു നീതർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് എന്ന്. അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പം ഈ മനസ്സ് മരിച്ചാലും മരിക്കില്ല. പണ്ടുള്ളവർ പറയാനല്ലേ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട് തരുന്നതെന്ന് എന്ന് പറഞ്ഞ പോലെ ചത്താലും നശിക്കാത്ത ഒരു സാധനമാണ് മനുഷ്യന്റെ മനസ്സ്. അത് വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ചേ പറ്റുള്ളൂ. ഒരച്ഛന്റെ ശരീരത്തിലൂടെ ബീജമായി അമ്മയുടെ അണ്ടവുമായി ചേർന്നത് ഗർഭപാത്രത്തിലെത്തിയ ഒരു കുട്ടിയുടെ ശരീരത്തിലൂടെ അത് പ്രകടമായേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് മനയേവ മനുഷ്യാണാം ഭവകാരണം, മനസ്സ് തന്നെയാണ് മനുഷ്യന് ജന്മം തരുന്നതെന്ന് മറക്കരുത്. അപ്പം അതുകൊണ്ട് ആ മനസ്സിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കാതെ ആ മനസ്സിനെ നമ്മൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നും ഇട്ടെറിഞ്ഞ് ഒളിച്ചുകൊണ്ട് കാര്യമില്ല. എസ്കേപ്പിസം ഈസ് നോട്ട് ദ വേ. അതുകൊണ്ട് അർജുനൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൃഷ്ണൻ നോക്കി എങ്ങനെയാണ് അർജുനന്റെ മനസ്സിനെ ഗൈഡ് ചെയ്ത്. ഇതുപോലൊരു കൗൺസിലിംഗ് ലോകത്തിൽ എവിടെയുണ്ട്? വേണമെങ്കിൽ കൃഷ്ണന് പറയാമായത് ഓക്കെ അർജുന നിനക്ക് യുദ്ധം ചെയ്യേണ്ടെങ്കിൽ പൊയ്ക്കോളൂ, വിട്ടെറിഞ്ഞ് പൊയ്ക്കോളൂ എന്ന്. പക്ഷേ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൃഷ്ണൻ, ഒരു ഉത്തരവാദിത്വമുള്ള കൃഷ്ണൻ അർജുനനെ കൊണ്ട് വെറുതെ യുദ്ധം ചെയ്യിക്കില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. അർജുനൻ യുദ്ധം ചെയ്ത് കുറെ പേരെ കൊല്ലാനല്ല കൃഷ്ണൻ പ്രേരിതം. ഇതൊരു താലിബാനിസം അല്ല ഇത്. ഇവിടെ കൃഷ്ണൻ അർജുനന്റെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഉപദേശം വളരെ പ്രായോഗികമാവുന്നത്. കൃഷ്ണൻ അർജുനന്റെ മനസ്സിനെ പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണ് കൃഷ്ണൻ പാകപ്പെടുത്താൻ സഹായിക്കുന്നത്. അർജുനൻ ഒരു നിമിത്തം മാത്രം. അർജുനൻ ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ അർജുനൻ ഒരു പ്രതീകമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കണം. അതോടെ നാം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നാം തയ്യാറുണ്ടെങ്കിൽ ഭഗവത്ഗീത തരുന്ന വിജയം നമുക്ക് കൈവരിക്കാം. ജയിക്കാനായി ജനിച്ചവനാണ് ഭൂമിയിലെന്ന് നമ്മൾ വീരഘോഷം കെട്ടിപ്പറഞ്ഞാലും നിങ്ങളുടെ ബോധമനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കാതെ, അതിനെ പരിവർത്തനം വരുത്താതെ, അതിനെ വികസിപ്പിക്കാതെ യഥാർത്ഥ ജീവിത വിജയം സാധ്യമല്ല. കാരണം ജീവിതം തന്നെ നിൽക്കുന്നത് ഈ ബോധമനസ്സിലാണ്. ബോധമനസ്സുണരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നു. ബോധമനസ്സ് കെട്ടടങ്ങുന്നതോടുകൂടി ജീവിതത്തിന്റെ അനുഭവങ്ങൾ അസ്തമിക്കുന്നു. ഉറങ്ങുന്നൊരു വ്യക്തിക്ക് ലോകമുണ്ടെങ്കിലെന്ത്, ഇല്ലെങ്കിലെന്ത്? ഉറങ്ങുന്നൊരു വ്യക്തിക്ക് സ്വർഗമുണ്ടെങ്കിലെന്ത്, ഇല്ലെങ്കിലെന്ത്? അയാൾക്ക് വല്ല അനുഭവമുണ്ടോ? അബോധാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ജീവിതമുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ പറയും ജീവനുണ്ട്. ജീവനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതമുണ്ടോ? ജീവനും ജീവിതമാവണമെങ്കിൽ ബോധമനസ്സ് ഉണരണ്ടേ? മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന ഒരാൾക്ക് കോടികളുടെ സ്വത്തുണ്ടായിട്ട് എന്ത് കാര്യം? അയാൾക്ക് എന്ത് ജീവിതം? അയാൾക്ക് ജീവനുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇത് രണ്ടും കൺഫ്യൂഷൻ ആക്കരുത്. ജീവിതം എന്ന് പറയുന്നത് ബോധമനസ്സാണ്. അത് ഉണരുമ്പോഴാണ്. ആ ബോധമനസ്സിനെ കുറിച്ച് നമുക്കറിയില്ല എങ്കിൽ നിങ്ങൾക്കെങ്ങനെ യഥാർത്ഥ ജീവിതം ആസ്വദിക്കാൻ പറ്റും? അതെന്തിനാ അറിയുന്നത്? കാരണം ഈ ബോധമനസ്സ് നാം അനുഭവിച്ചതും ശീലിച്ചതും ആവർത്തിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ സ്മരണകളായി ഉള്ളിലങ്ങനെ കോർത്ത് ചേർത്ത് കുമിച്ചു വയ്ക്കും. ഇംപ്രഷൻസ്, നമ്മളതിനെ സ്മരണകൾ എന്ന് വിളിക്കും. ഈ സ്മരണകൾ പ്രായമാകുന്തോറും നിങ്ങളുടെ സ്വസ്ഥതയും ശാന്തിയും കെടുത്തും, ഉറക്കമില്ലാതാക്കും, സ്വപ്നങ്ങൾ കൂട്ടും. മനസ്സ് മുഴുവൻ ചിന്തകളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരാൾക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സന്തോഷവും കാലം കൊണ്ട് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ആളുകൾ വാർദ്ധക്യത്തിൽ അടുക്കും തോറും എന്താ അവരുടെ സന്തോഷം കുറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന കുംഭാരം. നമ്മളുണ്ടല്ലോ, പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനിലൊക്കെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കുപ്പ മുഴുവൻ കൊണ്ട് ചിലയിടത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കുമല്ലോ. ഗവൺമെന്റ് തന്നെ അങ്ങനെ കമ്പോസ്റ്റ് ഏരിയകൾ ഉണ്ടാക്കും. ഇന്ന് ധാരാളം അങ്ങനെയുള്ള
ഈ കളക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. ദുർഗന്ധം കൊണ്ട് ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല. അത്ര ഒരു കച്ചറ ഡംപിംഗ് സ്റ്റേഷൻ. ഈ കച്ചറകൾ അങ്ങനെ കിടക്കുമ്പോൾ എത്രമാത്രം ദുർഗന്ധമാണ് ആ പ്രദേശത്തൂടെ പോകുന്നവർക്ക് അനുഭവപ്പെടുന്ന അറിയുന്നല്ലേ. നമ്മളും അറിയുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ മനസ്സിലിങ്ങനെ കച്ചറകൾ, അനാവശ്യമായ ചിന്തകൾ, വേവലാതികൾ, ആങ്സൈറ്റി, ഭയം, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ കുമിഞ്ഞ് 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 കൂടുന്നത് നമ്മൾ കാണുന്നില്ല. ഒരുപക്ഷെ ആ കമ്പോസ്റ്റുകളൊക്കെ നമുക്ക് പ്രോസസ് ചെയ്യാൻ ഇന്ന് ടെക്നോളജി ഉണ്ട്. ഇന്ന് അതിനെയൊക്കെ മാനുവലാക്കി മാറ്റാൻ മെഷീനറികളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കിടക്കുന്നത് മുഴുവൻ ഒരുതരം കെമിക്കലൊക്കെ ഇട്ട് അതിനെ ഒരു പ്രത്യേക സോയിലാക്കി മാറ്റി റോഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ അതിനെ കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കമ്പോസ്റ്റ് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ അതിനെ വളമാക്കിയിട്ട് എവിടെയെങ്കിലും കൃഷിസ്ഥലത്ത് കൊണ്ടിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. പക്ഷെ ഈ മനസ്സിലുള്ള ഈ ചിന്താ കൂമ്പാരത്തെ നമുക്ക് മാറ്റാൻ ഒരു ടെക്നോളജിയും ഒരു മരുന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്തില്ല. നിങ്ങൾ നോക്കൂ, കുട്ടിക്കാലത്ത് കുട്ടികൾ അങ്ങനെ ആർത്തുല്ലസിച്ച് പാടി രസിച്ച് കളിച്ചങ്ങനെ ആസ്വദിക്കുന്നു ജീവിതം. കാരണം തലയിൽ ചിന്തകളുടെ ഭാരം കുറവാണ്. പ്രായമായിട്ടുള്ളവർ എല്ലാം സീരിയസ് ആയിട്ട് ജീവിതത്തെ എടുക്കുന്നു. കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവർ അസ്വസ്ഥരാണ്. കാരണം ഈ കുമ്പാരം അവരെ സ്വസ്ഥമാവാൻ അനുവദിക്കില്ല. അവരെ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങനെ ഫലപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കിട്ടിയാൽ സന്തോഷം. അങ്ങനെ അവരുടെ മനസ്സ് മുഴുവൻ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന ചിന്തകളുടെ കുമ്പാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം മദ്യത്തിനോ മറ്റോ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അല്പമൊന്ന് ഉറങ്ങിക്കിട്ടാൻ ഈ ഞരമ്പുകളെ മുഴുവൻ തളർത്തേണ്ടിയിരിക്കുന്നു. അവർക്ക് മനസ്സല്ല ഉറങ്ങുന്നത്, ഞരമ്പുകൾ തളർന്നുറങ്ങുകയാണ്. അങ്ങനെ അവരുടെ ജീവിതം മുഴുവൻ സുഖം, സന്തോഷം എന്നതൊക്കെ വെറും വാക്കുകളായി, യാഥാർത്ഥ്യവുമായി അതിനൊന്നും ഒരു പൊരുത്തമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ആളുകൾ. ഇപ്പൊ നാം മനസ്സിലാക്കണം, ഈ ബോധ മനസ്സിനെ നാം അറിഞ്ഞാൽ മാത്രമേ അതിൽ കുമിഞ്ഞുകൂടുന്ന ചിന്തകളെ നമുക്ക് മാറ്റിമറിച്ച് പുറത്തു കടക്കാൻ പറ്റുള്ളൂ. കൃഷ്ണൻ പറയുന്നു, ഈ ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാൻ നമുക്ക് കഴിയുന്നുള്ളത്. എന്തൊരു അത്ഭുതമാണ് നോക്കൂ. മനുഷ്യരതിന് കഴിവുണ്ട്. പക്ഷെ മനുഷ്യൻ അറിയണം, ആ ബോധ മനസ്സിനെ അറിയണം. അപ്പൊ ബോധ മനസ്സിനെ മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അസ്വസ്ഥമാക്കുന്ന, വിഷമിപ്പിക്കുന്ന, ഉള്ളിലുള്ള അടിഞ്ഞുകൂടിയ സ്മരണകളിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും. ഇതിൽ പരം ഒരു കഴിവ് വേറെ വേണം. അപ്പോ അത്തരത്തിലുള്ളൊരു കഴിവ് നാം നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റില്ല. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞാണ്, ഒരു പെണ്ണിന്റെ പിന്നാലെ പോയി പ്രണയം 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 പ്രണയം, ഓ അവളിലേക്ക് ജീവിതമില്ല, അവളാണ് എന്റെ സർവസ്വം, അവളാണ് എന്റെ സ്വർഗം, അവളാണ് എന്റെ മുത്ത്, അവളാണ് എന്റെ. ആ പെണ്ണിവനെ തേച്ചൊട്ടിച്ച് വേറൊരുത്തന്റെ കൂടെ പോയാൽ ഇവൻ തൂക്കുകയറിന്റെ പിന്നാലെ പോവാണ്. കാരണം ആ ചിന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നില്ല. തനിക്ക് കിട്ടിയ ഷോക്കിൽ നിന്ന്. ആരാണ് അവന്റെ ജീവിതം തകർത്തത്? ശരീരമാണോ? പെണ്ണാണോ? ഒരുപക്ഷെ നിങ്ങൾക്ക് പെണ്ണാണെന്ന് തോന്നും. ഇവന്റെ ദുർബലമായ മനസ്സിനെ നിങ്ങൾ കാണുന്നില്ല. ആരാതിനെ ദുർബലപ്പെടുത്തിയത്? അവനവൻ തന്നെ. അങ്ങോട്ട് വിചാരിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്, ഒരു പെണ്ണ് എന്റെ ആവുന്നു. ആ പെണ്ണിനൊരു മനസ്സുണ്ട്, അതിവനെ വാല്യൂ ചെയ്യുന്നത് വേറെ തലത്തിലാണ്. ഈ പയ്യനെ അവള് വില വെക്കാതെ കൊണ്ടു നടന്ന് ഇങ്ങനെ 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 ജീവിതത്തിൽ ഇങ്ങനെ ജീവിതം തകർക്കുന്ന യുവാക്കളില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിനെ നാം മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് തരത്തിലുള്ള ദുരിതത്തിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റും. പ്രണയം ഒരു ഭാഗം. ഇന്ന് നടക്കുന്നൊരു കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഒരുപക്ഷെ പരീക്ഷയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, പരീക്ഷ ജയിക്കുമോ എന്നുള്ള ഉത്കണ്ഠയായിരിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠയായിരിക്കാം, കല്യാണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഉത്കണ്ഠകളും വിഷമങ്ങളും പ്രയാസങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സിനിമ കഥകൾ പോലെ.
അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളും ഇനി മുതൽ നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ നാം ഒരു പടി കയറാൻ പോവാണ്. അല്ലെങ്കിൽ ഭഗവത്ഗീത കാണിച്ചു തരുന്ന ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണല്ലോ? നമ്മുടെ ജീവിതത്തിൽ ഇനി നാം നേരിടാൻ പോകുന്ന ഏതു പ്രശ്നങ്ങളെയും നമുക്കത് സ്വയം പരിഹരിക്കാനുള്ള, അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി നാം ഇനി മുതൽ ആരംഭിക്കുകയാണ് യാത്ര ചെയ്യാൻ. ആ വഴി ഗീത കാണിച്ചു തരുന്നുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്താൽ മതി. അതിന് നമ്മൾ ഒരുക്കമാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ അതിനെന്താണ് വേണ്ടത്? തിരിച്ചറിവ് വേണം. ഈ ബോധ മനസ്സ് എന്ന് പറയുന്ന സകല ചിന്തകളുടെയും സകല അനുഭവങ്ങളുടെയും അറിവുകളുടെയും പ്രഭവ കേന്ദ്രം ബോധമാണ്, ബോധശക്തിയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? കാരണം ബോധശക്തി എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ചുവിടാം, അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ബോധശക്തിയിൽ ഇരുന്നു കൊണ്ടാണ് നാം സുഖത്തെയും സന്തോഷത്തെയും നല്ലതിനെയും ചീത്തതിനെയും ഒക്കെ അറിയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം, ഇതിന്റെ ആരംഭം കാരണഭൂതമായിരിക്കുന്നത്. ആ വാക്കെന്ന് വളരെ പോപ്പുലറാണ്, കാരണഭൂതം. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കാരണഭൂതമായിരിക്കുന്നത് കിറ്റുകൾ തരുന്നവരല്ല, ഓർക്കുക, ഈ ബോധമാണ്, അനന്തബോധമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ ശക്തിയെ നമ്മളൊന്ന് വികസിപ്പിച്ചെടുത്താൽ, അതിനെ ഒന്ന് ശക്തിപ്പെടുത്തിയെടുത്താൽ, എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശക്തിപ്പെടുത്തുക, നാം അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചാൽ നമുക്ക് മാറ്റങ്ങളും പരിവർത്തനങ്ങളും വികാസങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഒന്ന്, നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ സാധിക്കും എന്നുള്ള ഒരു ദൃഢത, ഒരു ശക്തി, അത് ഡെവലപ്പ് ചെയ്യാനാണ് കൃത്യനിഷ്ഠ. നാം വളർത്തിയെടുക്കണം. ഇനി മനസ്സിനെ ഏകാഗ്രമാക്കാതെ, ബോധപൂർവം ഏകാഗ്രമാക്കാതെ ആ മനസ്സിന്റെ ചിന്തകളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധ്യമല്ല. മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ പറ്റുള്ളൂ. പാമ്പിന്റെ വിഷം ഇറക്കാൻ പാമ്പിന്റെ വിഷം തന്നെ മരുന്നായി കുത്തിവെക്കണം എന്നതുപോലെ ചിന്തകളാൽ അലട്ടുന്ന മനസ്സിനെ ചിന്തകളിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരണം. ആയുർവേദത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘൃതം, അതായത് നെയ്യ് കൊണ്ടുണ്ടായ കഴിച്ച രോഗത്തിനെ മാറ്റാനും നെയ്യ് കൊണ്ടുള്ള ഔഷധം തന്നെ കഴിക്കണം. ഘൃതം എന്ന് പറയും. അപ്പൊ നെയ്യ് കൊണ്ടുണ്ടായ രോഗങ്ങള് നെയ്യ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ മരുന്നുകൊണ്ട് മാറ്റാം. ഇതുപോലെ കൃത്യമായ ഉപാസനകളെ കൊണ്ട് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിച്ചുവിട്ട് നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ നമുക്ക് സാധിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവർക്ക് ജ്ഞാനമുണ്ട്. ഈ ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശ്രദ്ധ. ഗീതയില് ഇത് 39, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അജിരേണാധിഗച്ഛതി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങളോട്, ഈ വാക്ക് കുട്ടികൾ പഠിക്കുന്ന മുറിയിൽ എഴുതി വെക്കണം, സ്കൂളുകൾ ക്ലാസ്സുകളിൽ എഴുതി വെക്കണം, കോളേജുകളിൽ ക്ലാസ്സുകളിൽ എഴുതി വെക്കണം, എവിടെയൊക്കെ പഠനമുണ്ടോ അവിടെയൊക്കെ ഇത് എഴുതി വെക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഇത്രയും മനോഹരമായൊരു വാക്ക് ഇനി നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ കാണാൻ പറ്റില്ല. ഗീതയിലെ 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകം. ഇനി ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്, എപ്പോഴും നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന അർത്ഥത്തിലാണ്. കോൺസെൻട്രേഷൻ വായിക്കുമ്പോൾ കോൺസെൻട്രേഷനോടുകൂടി വായിക്കൂ എന്ന് കുട്ടികളോട് പറയും ടീച്ചർമാർ. ഏകാഗ്രത, അതാണ് ശ്രദ്ധ എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധ എന്നതിന് കേവലം കോൺസെൻട്രേഷൻ എന്നല്ല അർത്ഥം, ഏകാഗ്രത എന്നല്ല അർത്ഥം. ആദിശങ്കരാചാര്യ സ്വാമികൾ തന്റെ വിവേക ചൂടാമണി എന്ന കൃതിയില് അദ്ദേഹത്തിന്റെ പ്രകരണ ഗ്രന്ഥത്തിൽ ശ്രദ്ധ എന്ന വാക്കിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ.
സാ ശ്രദ്ധ കത്യതയെന്നാണ്. ശാസ്ത്രസ്യ, ശാസ്ത്രത്തിലും ഗുരുവാക്യസ്യ, ഗുരുവിന്റെ വാക്കുകളിലും ആരാണോ മനസ്സ് വെച്ചിട്ട് അവരവരുടെ ഗുരുക്കന്മാര് പറഞ്ഞു തന്നിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നത്, അതാണ് ശ്രദ്ധ. മനസ്സിലായില്ല? ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് ഇപ്പൊ ഒരു കുട്ടി സാധാരണ പഠിക്കുമ്പോൾ അമ്മമാരൊക്കെ മനസ്സിലാക്കണം കുട്ടികളുടെ പഠിത്തത്തെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഈ ശ്രദ്ധ എന്നുള്ള വാക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നതൊക്കെ ചില താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പഠിക്കാനുള്ള ഒരു താല്പര്യം, അതിന് കുട്ടിക്കാലത്ത് തന്നെ അമ്മമാര് മനസ്സിനെ ഒന്ന് മേക്കപ്പ് ചെയ്യും. പിന്നെ ചില അധ്യാപകന്മാര് പഠിപ്പിക്കുന്ന ഒരു താള ഓളക്രമങ്ങള് അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് പല സബ്ജക്റ്റുകളും കുട്ടികൾ ഇഷ്ടപ്പെടുക. ചില കുട്ടികൾക്ക്